You can see made in India. Made in India? ഹോട്ട് വീൽസ് ഒരു സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുമായിരുന്നു. ഒരു ചെറിയ എലിഫന്റിനെ കാണാം. സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. അത് ചെറിയൊരു ഡീറ്റെയിലിംഗ് അവർ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാങ്കോക്കിലെ അവിടുത്തെ ആയിരിക്കും എലിഫന്റ്, അതിനെ ബേസ് ചെയ്ത. ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസ് കണ്ടവരാണെങ്കിൽ അതിലെ കാർട്ടൂൺ വേർഷനിലെ അവരുടെ വാനാണിത്. ഇത് പ്രീമിയം ആയിട്ട് ഇറങ്ങിയതാ. ഇതിന്റെ ഫീച്ചർ ഉണ്ട്, ഇങ്ങനെ തുറക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിന്റെ പുറകെ ഹിസ്റ്ററി കാണാം. അവരെങ്ങനെ വെറുതെ അങ്ങനെ ഇടത്തില്ലല്ലോ. ചിലപ്പോൾ ഒരു ഡോക്ടർ റൈസർ ഒരു സ്റ്റെതസ്കോപ്പ് ആണ് അത് കാണിച്ചേക്കുന്നത്. ഒരു ഡോക്ടറിന്റെ ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇതിന് പട്ടി പുറത്ത് നിൽപ്പുണ്ട്, പുറത്തൊരു പട്ടി. അപ്പോൾ യു എസിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ വാഗൻസ് ഒക്കെ ഉള്ളപ്പോൾ ആൾക്കാർ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ പട്ടികളെ ഇങ്ങനെ വെക്കാറൊക്കെ ഉണ്ട്. അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു സാധനം കൂടെ ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈനൽ സാധനം അറിയോ? ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ലിബർട്ടി ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു കിഡിലൻ വീഡിയോ ചെയ്യാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടി നിറയെ ഹോട്ട് വീൽസ്, അത് ഏകദേശം ഒരു 700-800 കാർ മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് മേടിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ യു എസിലാണ്. അപ്പം നമുക്ക് യു എസ് വരെ പോയി മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് കെവിൻ യു എസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഒരു 3 പെട്ടി നിറയെ ഹോട്ട് വീൽസ് കാർ നമുക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അതും എല്ലാം പക്ക റെയറായിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ ഹോട്ട് വീൽസ് മേടിക്കാൻ വേണ്ടി പല കടകളിലും പോകുമ്പോഴും ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് നേരത്തെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ ട്രഷറുണ്ടും പിന്നെ അതുപോലെ തന്നെ മെയിൻ ലൈൻസ് ആണെങ്കിലും റെയർ ആയിട്ടുള്ള വണ്ടികളൊന്നും കിട്ടാറില്ല. അപ്പോൾ കൂടുതൽ ഫാൻറ്റസീസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫുൾ ഫാൻറ്റസീസ് അവോയ്ഡ് ചെയ്ത് നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റെയർ കളക്ഷൻസ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ മെയിൻ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം ഉണ്ട്, പിന്നെ ഹോട്ട് വീൽസിൻ്റെ കുറേ വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ റെയർ വണ്ടി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് മെയിൻ ലൈൻ ബോക്സോടെ മേടിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും പൊട്ടിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഇത്തവണ കുറേ പൊട്ടിച്ച ലൂസ് കാർസും നമ്മൾ വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിംഗ് റൂമിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനൊരു പ്ലാനുണ്ട്. അതായത് അത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും. എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്. ആ കാറ് നിറയെ ഹോട്ട് വീൽസ് നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് ഒരു ഹോട്ട് വീൽസ് കാർ ആക്കിയാലോ. അതൊരു 1:1 സ്കെയിൽ കാറിനെ നമ്മൾ ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്, ഒരു ഹോട്ട് വീൽസ് കാറായിട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ലൈക്ക് കിട്ടുന്നത് ഉണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിന്, അല്ലെങ്കിൽ ഹോട്ട് വീൽസ് കാർ ചെയ്യാൻ വേണ്ടി, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മളിപ്പം കെവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കെവിൻ നീണ്ടൂർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, കെവിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫുൾ നമ്മുടെ കളക്ഷൻസ് എടുത്ത് നമ്മുടെ കാറിൽ കയറ്റിയിട്ട് നമ്മുടെ ഗെയിമിംഗ് റൂമിൽ സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് കെവിൻ. അപ്പോൾ കെവിനാണ് നമുക്ക് വേണ്ടി ഈ പെട്ടികൾ നിറച്ചും ഫുൾ ഹോട്ട് വീൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ കെവിൻ, ഇത് എത്ര വണ്ടികളാണ് ഇതിനകത്ത്? അത് ഒരു കൃത്യ കണക്കില്ല, കുറേ ഉണ്ടെന്ന് ഞാൻ പറയാം. ഏകദേശം ഒരു 700, ചിലപ്പോൾ അത് കൂടുതലാണ്. 600-700 എനിക്ക് കാണാം എന്തായാലും. അപ്പോൾ ഏകദേശം ഒരു 700 പൊക്കത്തെ ഹോട്ട് വീൽസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രീമിയംസ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഇത് ഹോട്ട് വീൽസിൻ്റെ മിഡ് ലൈൻസ് ഉണ്ട്, മെയിൻ ലൈൻസ് ഉണ്ട്, പ്രീമിയംസ് ഉണ്ട്, മാച്ച് ബോക്സിൻ്റെ മെയിൻ ലൈൻസ് ഉണ്ട്, മൂവിങ് പാർട്സ് ഉണ്ട്. ഓക്കെ, മെയിൻ ചെയ്തതല്ല. അപ്പം 1/64 ഹോട്ട് വീൽസ് ആണ് നമ്മുടെ ഫുള്ള് കളക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് 1/43 ഹോട്ട് വീൽസ് ഉണ്ട്. അത് ഏതാ ഗെയിമിന്? അത് നമ്മുടെ JDA-ത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ്ലി ഹൈ എല്ലാവർക്കും ഫാൻ ബേസ് ആയിട്ട് തന്നെ ഉള്ള നമ്മുടെ R34 സ്കൈലൈൻ തന്നെയാണ്. R34 1/43 ഹോട്ട് വീൽസ് ഉണ്ട്. അത് പക്ഷേ നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് അല്ലേ? നല്ല ഡീറ്റെയിലിംഗ് തന്നെയുണ്ട്. അതൊരു ഹോട്ട് വീൽസ് പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇറക്കിയേക്കുന്നത്. എന്നാൽ ഒരു സാധാ 164 സ്കെയിൽ പ്രീമിയത്തിനേക്കാളും ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് അവസാനം വരുന്നത്. ഉടൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏത് പൊട്ടിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം അതുപോലെ ഫുള്ള് കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ലൂസ് കാസ് ഇതിലുണ്ട്. ലൂസ് കാസ് എനിക്ക് തോന്നുന്നു more than 300 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏറെക്കുറെ. ഞാൻ പറഞ്ഞത് കണക്കെടുക്കാൻ പറ്റിയില്ല, കുറേ ഉണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2, 3, 4, 5 കട കയറി മൊത്തത്തിൽ മേടിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇനി അവിടെ കടകളിൽ വണ്ടികളൊന്നും ഇല്ല, ചില ഷോപ്സിൽ. അത് മൊത്തം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് റിവീൽ ചെയ്യാൻ പോവാം. അപ്പോൾ നോക്കാം. നമ്മുടെ ലൂസ് കാസ് റിവീൽ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് തുറന്നാലോ? ബാ, അടിപൊളി. ഇതെല്ലാം കിടിലൻ റാപ്പിംഗ് കേട്ടോ. ഇത് ഫുള്ള് ഇതിനകത്ത് ഓരോ വണ്ടികളും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മാക്സിമം ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയംസ്, ഇത് രണ്ടും പ്രീമിയംസാ. ഓക്കെ, ഇത് തന്നെ പ്രീമിയത്തിന്റെ ഒരു കണ്ടെയ്നർ സെറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നെ ഞാൻ കണ്ടെയ്നർ പിന്നെ വെറുതെ ഇരുന്നുകൊണ്ട് അത് ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ പ്രീമിയം അതുപോലെ മിഡ് ലൈൻ എല്ലാം പല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചേക്കും ഓരോ ബോക്സ് ആയിട്ടല്ലേ? ഈ കാണുന്നത് മെയിൻ ലൈൻസും മിഡ് ലൈൻസും ഇതിനകത്തിരിക്കുന്ന മാച്ച് ബോക്സ്.
ഇതെല്ലാം പ്രീമിയംസാണ്. ഓക്കെ. ഇതെന്താ സംഭവം? ഇതാ ഞാൻ കണ്ടെയ്നർ സെറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. ഇത് അതിന്റെ ബോക്സ് ആണ്. അതിന്റെ കണ്ടെയ്നർ ആയിരുന്നു അത്. അതിനകത്ത് ആക്ച്വലി മറ്റേ ഒരു സെറ്റായിട്ട് വരുന്നത് ചില നമ്മുടെ ഒരു കണ്ടെയ്നർ സെറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വരും. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരു ടൈപ്പ് പ്രീമിയംസ് ഉണ്ടായിരുന്നു. അതൊരു കണ്ടെയ്നർ സെറ്റായിട്ടും വരും. ഓക്കെ, നൈസ്. അത് മറ്റൊരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അടിപൊളി. അല്ലാണ്ട് എനിക്ക് ഡിസ്കൗണ്ട് സ്റ്റോറിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. നൈസ്. അതാ മറ്റേ ഹോളർ. ഓക്കെ, ഇതൊരു ഹോളറാ. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. ഇത് റാപ്പ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്താണല്ലോ. നമ്മൾ സാധനം ഡാമേജ് ആവാണ്ട് കൊണ്ടുവരാൻ. ശരിക്കും മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ എത്തിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ചിലപ്പം ലഗേജസ് ഒക്കെ എടുത്ത് എറിയുമായിരിക്കും. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് പാക്കിംഗ് ഇല്ലെങ്കിൽ വണ്ടി ഡാമേജ് ആവും. അപ്പോൾ കെവിൻ നമുക്ക് വേണ്ടി അടിപൊളിയായിട്ടാണ് റാപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിക്കാൻ പോവാം. അപ്പോൾ പൊട്ടിക്കാം. അപ്പം കെവിൻ നമുക്ക് വേണ്ടി ഒരു കണ്ടെയ്നർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഹോട്ട് വീൽസിന്റെ കണ്ടെയ്നർ സെറ്റ് അല്ലേ? അതൊരു സെറ്റായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതുപോലെ കാർഡഡ് ആയിട്ട് വരുന്നത് ഒരു ഇപ്പോൾ ഇതിനിപ്പോൾ 5/5 ഒരു നമ്പർ 5 ഉണ്ട്. അതിൽ 5ാമത്തെ വണ്ടി ഇതിങ്ങനെ ബാക്കി വേറെ 4 ഉണ്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ സെറ്റായിട്ട് വരുന്ന ഈ കാർഡ്സിന് പകരമായിട്ട് കാർഡൊന്നും പൊട്ടിക്കാണ്ട് ഇതുപോലെ കണ്ടെയ്നറിലായിട്ടും വരും. അങ്ങനെ കണ്ടെയ്നർ വരുമ്പോൾ നമുക്ക് വേറെ കാർഡൊന്നും പൊട്ടിക്കേണ്ട, നേരെ ഫ്ലിപ്പ് ചെയ്ത് തുറക്കുക. ആ കാർഡ്സ് ലൂസ് കാർഡ്സ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ്സ് എങ്ങനെ കൂടുതലാണ് ഇതിൻ്റെ? ഇപ്പോൾ ഈ 5 കാർഡ്സ് ഒന്നിച്ച് ഇപ്പം മെറ്റലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് കിട്ടുന്നത് മെറ്റൽ എക്സ്ക്ലൂസീവാണ്. ഓക്കെ. അവിടെ ഒരു $36 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു കാർഡഡ് കാർ നമ്മളൊരു 5 മേടിക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ബിഫോർ ഷിപ്പിംഗ് ആ ഒരു വില തന്നെയാണ് വരുന്നത്. സെയിം റേറ്റ് തന്നെയാണ്. സെയിം റേറ്റ്, ഓൾമോസ്റ്റ് സെയിം. ഇങ്ങനെ ഒരു കണ്ടെയ്നർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കാർഡ് പൊട്ടിച്ചുള്ള ആ സങ്കടം മനസ്സിലായി. എല്ലാവർക്കും ഒരു പ്രശ്നം കാർഡ് പൊട്ടിക്കുന്നതിൻ്റെ ഒരു ഇതാ. അപ്പോൾ ഇതിന് കാണാൻ രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടേബിൾസിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും രസമാണ്. നല്ല അടിപൊളിയാണ്. ഇതൊരു ട്രൂ ടു സ്കെയിൽ 164 സ്കെയിൽ കണ്ടെയ്നർ. അപ്പോൾ ഒരു സെമി ട്രക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഒരു കണ്ടെയ്നർ ആയിട്ട് തന്നെ. ഓക്കെ, സത്യം രസമുണ്ട്. ഏകദേശം ഒരു സ്കെയിൽ 1/43 ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ. മേ ബി ആയിരിക്കും. പക്ഷെ എനിക്ക് കിട്ടുമ്പോൾ ആ 5 എണ്ണം വിത്ത് എല്ലാ പാക്കിങ്ങോടെ ഇങ്ങനെ 6 എണ്ണം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ലൂസ് കാസ് മൊത്തം എടുത്തിട്ട് ഏതൊക്കെ വണ്ടികളാണെന്ന് നമ്മൾ പറയുമ്പോൾ, അപ്പോൾ ലൂസ് കാസ് മൊത്തം പ്രീമിയം ഉണ്ട്, മിഡ് ലൈൻ ഉണ്ട്, മെയിൻ കാണുന്ന മൊത്തം പ്രീമിയംസാണ്. ഓക്കെ. അപ്പോൾ ഇതിലുള്ളത് ഫുൾ പ്രീമിയം സെഗ്മെന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തേക്കാം ബ്രോ. ഇതിൽ തന്നെ തുടങ്ങിയേക്കാം. ഓക്കെ. അത് സ്കൈലൈൻ്റെ GTR ആണ്. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്കൈലൈൻ 2000 GTR. ഇപ്പോൾ ജനറേഷൻ GTR എന്നാണ് പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ അത് ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഇയർ മാനുഫാക്ചറിങ് ആണെന്ന് കാണാൻ പറ്റുമോ? ഉണ്ട്, ഞാൻ അത് കൃത്യമായിട്ട് നമ്പർ നോക്കണം. അത് ഇതുണ്ട്, 2021 എഴുതിയിട്ടുണ്ട്. 2021. അത് ഒന്നെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്താവാം, കാരണം ചില വിൻറ്റേജ് കാർസ് വരുമ്പോൾ അത് വേണേ അതിൻ്റെ ലൈസൻസ് കിട്ടിയ സമയമാവാൻ പറ്റും. ഓക്കെ, അങ്ങനെയല്ലേ? അത് ഓരോ ജനറേഷനിൽ ഉണ്ടാക്കിയ കാർസ് വെച്ചിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതൊരു പ്രീമിയം സെഗ്മെന്റ് കേട്ടോ. നല്ല ഇതാണ് ബ്രോ. അന്ന് മറ്റൊരു ഡയറോമ സെറ്റിനകത്തുണ്ടായിരുന്നു. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആ ഹോളറാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹോളേഴ്സ് വരുന്നുണ്ടല്ലേ? അത് 2 എണ്ണം ഉണ്ട് നമുക്ക്. നൈസ്. ബാക്കിയുള്ള സ്കൈലൈൻസും ബാക്കി മറ്റേ കണ്ടില്ല. ഇതിൻ്റെ കൂടെ ഒരു ഹോളറൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാ 3-5 സ്കൈലൈൻസും ആ ട്രക്കും അങ്ങനെ ഒരു ഡയറോമ സെറ്റായിട്ട് സ്കൈലൈൻ എന്ന് പറഞ്ഞുള്ള നിസാൻ സ്കൈലൈൻ ഡയറോമ സെറ്റായിട്ട് അങ്ങനെ സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ ആ കാണിച്ച ബോക്സ് ഇല്ലേ, 3 എണ്ണം. ഇതിൻ്റെ പൊക്കത്തെ ടയേഴ്സും ഇതെല്ലാം നല്ല ഭയങ്കര ഡീറ്റെയിലിംഗ് കേട്ടോ. ശരിക്കും എനിക്കൊന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ചില പ്രീമിയംസ് ഇവിടെ എനിക്കൊന്നും ഫസ്റ്റ് നാട്ടിൽ കിട്ടുന്നില്ല. പ്രീമിയം സെഗ്മെന്റ്സ് ഒന്നും പാടാണ്. നല്ല നല്ല ഡീറ്റെയിലിംഗ് ആണ്, ഭയങ്കര രസമുണ്ട്. ഞാൻ അറിഞ്ഞു വെച്ചാൽ ഇവിടെ കൂടുതലും മെയിൻ ലൈൻസും മിഡ് ലൈൻസ് അത്രയും പോലും ഇല്ല. മെയിൻ ലൈൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അടുത്തതും വേറൊരു സ്കൈലൈൻ തന്നെ. ഓക്കെ. ആ സെറ്റ് വരുന്നത്. ഓക്കെ. അതിൻ്റെ പേരടി നോക്കണം. ഇത് തുറക്കാമല്ലേ? ഇത് ഭയങ്കര രസമുണ്ടല്ലോ. ക്രോം വീൽസും. ടയർസ് ഒറിജിനൽ ആണ് ഇതിന്റെ? സ്വാപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിങ്ങനെ തന്നെയാണ്. നൈസ്. ഇത് ഭയങ്കര ഡീറ്റെയിൽ. റിയൽ റബ്ബർ വീൽസും പിന്നെ റബ്ബർ ടയർസും. ഓക്കെ. പ്രീമിയം ആകുമ്പോൾ അങ്ങനെ വരും. ഇതിപ്പം സ്കൈലൈൻ. ഇതും വേറൊരു വേർഷൻ സ്കൈലൈനാണ്. അത് എക്സാക്ട് പേര് LWK ആണെന്ന് തോന്നുന്നു. ഇത് 3 ലിബർട്ടി വോക്ക് ഉള്ളതാണ്. പിന്നെ അവർ എടുത്ത് ലിബർട്ടി വോക്ക് ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ ഡയറോമ സെറ്റിന്റെ ബാക്കിൽ ഓരോന്നിന്റെ പേര് കാണിക്കില്ലോ, അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ 3നും ഒരു വൈറ്റ് ബോർഡ് കിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ കുറേ വണ്ടികൾ അവിടെ നിന്ന് അൺബോക്സ് ചെയ്യാനുണ്ടായിട്ട് ഞങ്ങൾ ഓർത്തു നമുക്ക് ആ വെയിലത്തുനിന്ന് മാറിയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വരാമെന്ന്.
ഇതാകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കാരണം പുറത്തിപ്പം നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം അൺബോക്സ് ചെയ്യുമ്പോഴും ഞങ്ങൾ നന്നായിട്ട് വേർക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടായിരിക്കും ഇനി ബാക്കി അൺബോക്സിങ്. അപ്പോൾ നമുക്ക് ബാക്കി പെട്ടി പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടികളൊക്കെ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലൂസ് കാസ് തന്നെ പൊട്ടിച്ചത്. അപ്പോൾ ലൂസ് കാസ് ആ കണ്ടെയ്നർ നമ്മൾ എടുത്തല്ലേ? ആ മറ്റേ കണ്ടെയ്നർ ആദ്യം എടുത്ത കണ്ടെയ്നർ ഈ കാണുന്നത് നമ്മൾ ആദ്യം എടുത്തത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു കണ്ടെയ്നറാണ് നമ്മൾ പൊട്ടിച്ചത്. ഇനി ഇതിൻ്റെ അകത്തെ വണ്ടികൾ നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എടുത്തോ. ഇതിലെങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല അല്ലേ? ഇടയ്ക്ക് ലൂസ് ആവായിരിക്കും, പക്ഷെ നമ്മളത് തിരിച്ച് സ്നാപ്പ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഓരോ കാറായിട്ട് നമുക്ക് പറഞ്ഞോ. ഇത് ഏത് വണ്ടിയത്? പോർഷയുടെ പ്രീമിയം. അത് പോർഷയുടെ പ്രീമിയം. എടുത്തു പറയാനാണെങ്കിൽ പോർഷയുടെ 917 LH എന്ന് പറഞ്ഞ 917 LH. ഓക്കെ, നൈസ്. ഓക്കെ, ഇത് ഹോട്ട് വീൽസ് പ്രീമിയാണ്. അത് ഈ കളർ വേരിയന്റ് ഇതുപോലെ ഞാൻ നേരത്തെ നിസാന്റെ ഒരു ഡയറോമ, അതുപോലെ തന്നെ പോർഷയുടെ ഒരു ഡയറോമ ഇറങ്ങിയത്. അതിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്ന ഒരു കളറാണ്. അടിപൊളി. ഈ ഒറ്റ വണ്ടിയുള്ള വേറെ 1-2 വണ്ടി ഇതിനകത്തുണ്ട്. നൈസ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ ലംബോർഗിനിയുടെ ഒരു സീരീസ് ആണ് എടുത്തേക്കുന്നത്. ഇതേതാ? ഇത് ഇതുപോലെ തന്നെ ഒരു പ്രീമിയാണ്. ലംബോർഗിനിയുടെ സെൻസോ SV12 എന്നൊക്കെ പറയുന്ന ഒരു റേസിംഗ് മോഡലാണ്. ഓക്കെ. ഈ കാസ്റ്റിംഗ് ഹോട്ട് വീൽസ് ആകെപ്പാടെ 3 രീതിയിലെ കളർ വേരിയൻറ്റിൽ ഇറക്കിയിട്ടുള്ളൂ. ഒന്ന് ഇത്, പിന്നെ രണ്ടാമത്തേത് ഇതിൻ്റെ ഒരു പച്ച, ഈ നീലയ്ക്ക് വരും പച്ചയായിട്ട്. മൂന്നാമത്തേത് ആ പച്ചയുടെ ചേസ് ആയിട്ട് ഫുൾ ബ്ലാക്ക്. ഓക്കെ, ഇത് പ്രീമിയം തോന്നുന്നു. പ്രീമിയം. ഇത് വൺ ഓഫ് ദ റെയർ കാസ്റ്റിംഗ്സ് തന്നെ. നൈസ്. നല്ല ക്വാളിറ്റി, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഇതിലായിട്ട് മെയിൻ ലൈനായിട്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല. പ്രീമിയം ആയിട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അടിപൊളി. ഇപ്പം മെയിൻ ലൈൻസ് കുറച്ച് ലംബോസ് ഇറക്കുന്നുണ്ടല്ലോ. ലംബോർഗിനിയുടെ മുമ്പ് ഇറക്കിയ കാസ്റ്റിങ്സ് തന്നെ റീകളറായിട്ട് ഇറക്കുന്നുണ്ട്. പുതിയ കാസ്റ്റിങ്സ് അല്ലെ പൊതുവെ ലാംബോ മാത്രമല്ല, പുതിയൊരു നല്ല റിയലിസ്റ്റിക് കാറൊക്കെ അവർ കൂടുതൽ ഇപ്പോൾ പ്രീമിയം ആയിട്ട് ഇറക്കുന്നത്. അവർ ആ റിയലിസ്റ്റിക് കാഴ്സൊക്കെ പ്രീമിയം ലൈനിലോട്ടും ബാക്കി ഫാൻറ്റസിയും അങ്ങനെയുള്ളൊരു മിക്സ് ആയിട്ടുള്ള കാഴ്സൊക്കെ മെയിൻ ലൈനും മിഡ് ലൈനായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, നമ്മുടെ കേസിൽ നമുക്ക് മെയിൻ പ്രീമിയംസ് ഇവിടെ ആദ്യം കിട്ടാനുമില്ല. ഇനി അടുത്തത് ഇത് നമ്മുടെ നേരത്തെ കണ്ട പോലെ വേറൊരു ഹോളർ ഫിക്സ് ചെയ്യുന്നതാണോ ഇത്? ഇങ്ങനെ അത് നമുക്ക് ഊരാൻ പറ്റുന്ന നമുക്ക് വലിക്കാൻ പറ്റും. ഒരു ഡയറോമയിൽ നമുക്ക് നേരത്തെ കണ്ട അതെ, നേരത്തെ സെയിം സാധനം തന്നെ. ഓക്കെ, നേരത്തെ കണ്ട അതേ ട്രക്ക് തന്നെയാണ്. ഊരിയാണോ കടന്നത്? തിരിച്ച് നമുക്ക് സ്നാപ്പ് ചെയ്യാനുണ്ട്. ഇത് ഇങ്ങനെയാണ് ഭയങ്കര രസമുണ്ടല്ലോ. ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. നേരെ അതേപടി നോക്കുക. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് വണ്ടി ഇങ്ങനെ കയറുന്ന പോലെ നമുക്ക് കാണിക്കാം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ, ആക്ച്വൽ ഗ്ലാസ് പോലെ കറക്റ്റ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. അടിപൊളി, നൈസ്. വെച്ചിട്ട് തിരിച്ച് നമുക്ക് സ്നാപ്പ് ഓൺ ആയിക്കോളും. അവിടെ പിന്നെ അടിപൊളി, നല്ല രസമുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെറുതെ വെളിയിൽ ഇപ്പം നമ്മുടെ ലൈക്ക് കളക്ഷനിൽ ചുമ്മാ വെറുതെ വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് കൊറോഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമാറ്റ് ചൂടിനനുസരിച്ചിരിക്കും. പിന്നെ സൺലൈറ്റിൽ വെച്ചാൽ ഇച്ചിരി മഞ്ഞളിപ്പാവും. പ്രത്യേകിച്ച് വൈറ്റ് വണ്ടികളൊക്കെ ആണെങ്കിൽ ഇച്ചിരി മഞ്ഞ ആവാൻ സാധ്യതയുണ്ട്. സൺലൈറ്റിൻ്റെ അടുത്ത് നമ്മൾ വിൻഡോ അടുത്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ സൺലൈറ്റ് നോക്കണം. പിന്നെ ടെമ്പറേച്ചർ നോക്കിയാൽ ഇതുപോലത്തെ ഒരു AC ഒക്കെ ഉള്ള റൂമിൽ അങ്ങനെ ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു ഇതല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു ക്രോളറും അതൊരു ട്രെയിലറും മോഡൽ കാറിൻ്റെ. ഒരു ട്രെയിലറാണ് ഇരിക്കുന്നത്. ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ഹോട്ട് വീൽസിന്റെ നേരത്തെ ഒരു വൈറ്റ് നിസാന്റെ സെയിം കാസ്റ്റിംഗ് ബ്ലാക്കിൽ, ഓൾ ബ്ലാക്ക്. ബാഡ്ജിങ് ഒന്നും എഴുതിയിട്ടില്ല, ഒന്നുമില്ല, ഫുൾ ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതെ, ഞാൻ കൂടുതൽ എൻ്റെ ബ്ലാക്ക് കാഴ്സ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വെക്കാറ്. ഓക്കെ, നൈസ്. അപ്പോൾ അടുത്തത് ഇത് ഏത് വണ്ടിയാണ്? അത് ഇതുപോലെ ഒരു ഹോളറാണ്. ഓക്കെ, അകത്തൊരു കാറുമുണ്ട്. അതൊരു സർപ്രൈസാണ്. പിന്നെ ഇത് പ്രീമിയം, ഈ നേരത്തെ പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഡയറോമ സെറ്റിൽ എക്സ്ക്ലൂസീവായിട്ട് വന്നൊരു കളറില്ല. ഓക്കെ, തുറന്നു നോക്കിയാൽ അപ്പോൾ നമുക്ക് തുറക്കാം. അങ്ങനെ അൺബോക്സ് ചെയ്യാനുള്ള രീതിയിലല്ല പാക്ക് ചെയ്തത്. കാഴ്സ് എനിക്ക് മെയിൻലി. നൈസ്. ഇത് ഏത് മോഡൽ? ഇത് ഒരു ഒഫീഷ്യൽ വണ്ടിയുടെ ലൈസൻസ് ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. ഹോട്ട് വീൽസ് തന്നെ ഉണ്ടാക്കിയ ഒരു ടൈപ്പ് ഹോൾഡർ നമ്മൾ നേരത്തെ കണ്ട ഹോൾഡേഴ്സ് പോലെ തന്നെ. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു ഫാൻറ്റസി ആണോ? അത് വേണ ഫാൻറ്റസി എന്ന് പറയാം. ഇപ്പോൾ പക്ഷേ ഇതെല്ലാം പ്രീമിയം ലൈനിൽ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ മെയിൻ ലൈനായിട്ടൊന്നും നമുക്കിത് കാണാൻ പറ്റില്ല. ഓക്കെ, വെയിറ്റിൽ അത്യാവശ്യം. നൈസ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് ഭയങ്കര നല്ല ഡീറ്റെയിലിംഗ് ആണല്ലോ. എൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ആ ഒരു ബാഡ്ജിങ് ഒക്കെ നല്ല. നമുക്ക് ആ സർപ്രൈസ് നോക്കാം. എൻ്റെ ഇങ്ങനെ. ഓക്കെ,
ചുമ്മാ ഓക്കെ, അടിപൊളി. മസ്റ്റാങ് കാണും തോന്നുന്നു. അല്ലല്ല, ഓ ഇത് ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. വാവ്, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം പറയാം. ഓ അടിപൊളി. എൻ്റെ ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് മറ്റേ ആ വണ്ടി നോക്കിയിട്ട് ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിലോട്ടായാലും മൊത്തം അറ്റൻഷൻ. വാവ്, എല്ലാവരുടെയും ഡ്രീം കാറാണ് കേട്ടോ. സ്കൈലൈൻ R34 ബ്ലൂവിൽ. വാവ്, ഇത് മെയിൻ ലൈനാണോ? മെയിൻ ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, പറഞ്ഞു. ഇതിൻ്റെ ഹിസ്റ്ററി എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഈ R34 കാസ്റ്റിംഗ് ഹോട്ട് വീൽസ് പണ്ടിറക്കിയപ്പോൾ അതിന് മെയിൻ ലൈനായിട്ട് തന്നെയാണ് ഇറക്കിയത്. അത് ഒരു ഗ്രേ കളറിലും ബ്ലൂ കളറിലും അങ്ങനെയുള്ള ചില കളേഴ്സിലാണ് ആ വർഷം അവർ ഇറക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ ലൈൻ വേർഷനായിട്ട് ഇറങ്ങിയത് ഫസ്റ്റ് ജനറേഷൻ. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2009. 2009 കാസ്റ്റിംഗ് ആണ്. 9 അവർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഫസ്റ്റ് എഡീഷൻ അവർ പറയും. ഫസ്റ്റ് എഡീഷനിലെ R34 കാസ്റ്റിംഗ്സിലെ ഒരു കളറാണിത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത് 2009 വണ്ടി ആയിരിക്കും. അവരാദ്യമായിട്ട് ആ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നതൊക്കെ അവിടെ തൊട്ടാണ് നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കാണുന്ന R34 കാസ്റ്റിംഗ്സ് എല്ലാം ഈ ഒറ്റ കാസ്റ്റിംഗ് ബേസ് ചെയ്ത് തന്നെയാണ് റീകളറായിട്ടും പ്രീമിയം ആയിട്ടൊക്കെ ഇറക്കിയേക്കുന്നത്. ഓക്കെ, നൈസ്. എനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രീമിയം മെയിൻ ലൈൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കത്തില്ല കേട്ടോ. 2009 ഇത് അത്യാവശ്യം ക്വാളിറ്റി നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒരു വീൽ ഷോപ്പ് നമുക്ക് നടത്തുവാണെങ്കിലോ കുറച്ചും കൂടെ ഇതാവും. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഒരു ക്രോം വീലിൽ നിന്ന് വെച്ചാലും നമ്മൾ പ്രീമിയത്തിൽ തൊട്ട് വിളിക്കുന്നതിനേക്കാളും മെയിൻ ലൈൻ. അടിപൊളി. നമുക്ക് നോക്കാം. പിന്നെ ഇതും നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബസ് ലൈക്ക് ഇതിന് പേര് വല്ലതും ഉണ്ടോ? ഹോളർ എന്ന് പറഞ്ഞതിലായിരിക്കും. യൂറോ ഹോളർ. ഓക്കെ, യൂറോപ്യൻ ഹോളറാണോ? സംഭവം രസമുണ്ട്. ആ ഫ്രണ്ടിലത്തെ എനിക്ക് ആ ഫ്രണ്ടിലത്തെ ഡീറ്റെയിലിംഗ് എല്ലാം ഭയങ്കര രസമാണ്. ബാക്ക് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഇങ്ങനത്തെ കളക്ഷൻസ് ഇവിടെ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് ഓടിക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടികൾ മൊത്തം നമ്മുടെ ഗെയിമിംഗ് റൂമിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ മൊത്തം ഞാൻ ഗെയിമിംഗ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഹോട്ട് വീൽസിൻ്റെ ഒരു ഹോൾഡർ മേടിച്ചാണ്. അപ്പോൾ അതിലോട്ട് വണ്ടികളൊക്കെ വെച്ചതിന് ശേഷം ഞാനിങ്ങനെ ലൂസ് കാസ് ഒക്കെ എൻ്റെ കുറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിരിക്കാൻ നമുക്ക് കുറച്ചെണ്ണം വെക്കണം. ഇതിപ്പോൾ എനിക്കൊന്ന് വീട് നിറച്ചും ഹോട്ട് വീൽസ് ആയിരിക്കും. ആ രീതിയിലുള്ള കാറുകളുണ്ട് നമുക്ക്. അത്യാവശ്യം ഉണ്ട്. ഇത് അത്യാവശ്യം ഇത് നല്ല കുറേ ഉണ്ടല്ലോ. എല്ലാം പ്രീമിയം. ഓടിക്കാം. നമുക്ക് മേളിൽ തുറക്കാവുന്നേ ഉള്ളൂ. ആണോ? ഓക്കെ, എന്നാ തോന്നോ ഇങ്ങനെ ചുമട്ടോ. ഓ ഇങ്ങനെ. ഓക്കെ, ഓ അടിപൊളി. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുള്ള മറ്റേ ടോക്കിയോ ഡ്രിഫ്റ്റ് വണ്ടിയാണ്. എനിക്കൊന്ന് ഇതിന്റെ വണ്ടിയാണോ അമ്മര് എഞ്ചിൻ എടുത്തിട്ട് മസ്താങ് ഇടുന്നത്? ടോക്കിയോ ഡ്രിഫ്റ്റ് കണ്ടിട്ടുണ്ടോ? നല്ല വീൽ അതിന്. അടിപൊളി, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് മെയിൻ പ്രീമിയം ആണ്. പ്രീമിയം. ഓക്കെ, ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല ഡീറ്റെയിലിംഗ് ആണ്. പെയിൻറ്റ് ജോബ് നല്ല രസമുണ്ട്. ഇത് വണ്ടി ഇത് സിൽവിയാണ്. S15 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 3 ടോക്കിയോ ഡ്രിഫ്റ്റിനകത്ത് നമ്മുടെ നായകൻ ആദ്യമേ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഹാൻ്റെ വണ്ടിയാണ്. ഹാൻ അവന് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് S15 ആണ്. ഓ നൈസ്. ഇനി അടുത്തത് ഇതാണ്. ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, സ്കൈലൈൻ. ഇത് LBK ആണല്ലോ. ഇതും വേറൊരു വേർഷൻ സ്കൈലൈൻ. ഇത് LBWK അല്ലേ? ഇത് ലിബർട്ടി വാക്ക് ഉള്ളതാണ്. സ്കൈലൈൻ ആണ്. 2000 GTR പോലെ തന്നെ, പക്ഷേ വേറൊരു വേരിയന്റ്. സ്കൈലൈൻ ഇത് എനിക്ക് നമ്മൾ കുറച്ച് മുമ്പ് അൺബോക്സ് ചെയ്ത സാധനം. അത് വേറെ കാസ്റ്റിംഗ്. ഓ ഭയങ്കര രസമുണ്ട്. അത് നമുക്ക് 3 വേണം കമ്പയർ ചെയ്ത് കാണിക്കാം കാണാനായിട്ട്. ഓക്കെ, വേണം ജസ്റ്റ് ഒന്ന് എടുക്കാം. അതിനകത്തും ഉണ്ട്. വേണേ ഇപ്പോൾ നേരത്തെ അടുത്തായിട്ട് വേണം കാണിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 3 സ്കൈലൈൻ സീരീസ് ഒന്ന് കമ്പയർ ചെയ്യാം. 3 പ്രീമിയംസ് ആണ് ഹോട്ട് വീൽസിൻ്റെ. ഇത് തുറക്കാം. 3 അടിപൊളി കേട്ടോ. എല്ലാം ഒരു വൈറ്റ് ബോഡി കിറ്റ്. ഒരു പക്ക വൈറ്റ് ബോഡി കിറ്റ്. സൈഡും ബ്രോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടെ? എൻ്റെ ഫേവറേറ്റ് GTR തന്നെയാണ്. ഇത് തന്നെയല്ലേ? പക്ഷെ 3 സ്കൈലൈനുമാണ്. GTR പോലെ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊരു പക്ക ഒരു മാസീവ് ഒരു ലുക്കുണ്ട്. നൈസ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ വീലും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. നല്ല ഇതൊരു ക്ലാസിക് ലുക്കുണ്ട് ഇതിന്. ഓക്കെ, അടുത്തത് നമ്മളൊരു ബെൻസിൻ്റെ ട്രക്കാന്ന് തോന്നുന്നു അല്ലേ? കാരിയർ. ഒരു ഹോളറാണ് മെഴ്സഡീസിൻ്റെ. അപ്പോൾ അടുത്തത് ഇത് FJ ക്രൂസർ ആണോ? അതെ, ടൊയോട്ടയുടെ FJ ക്രൂസർ. വാവ്. അത് ഈയിടെ ഇറങ്ങിയ ഒരു കാസ്റ്റിംഗാണ്. എനിക്ക് ഉറപ്പില്ല ഹോട്ട് വീൽസ് നേരത്തെ ഇറക്കിയിട്ടുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ കാസ്റ്റിംഗ്. പ്രീമിയം അല്ലേ? പ്രീമിയം ആയിട്ടാണ് അവർ ഇറക്കിയേക്കുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ വണ്ടി അത്. ഓക്കെ, നൈസ്. നല്ല ഡീറ്റെയിലിംഗ് കേട്ടോ. അടിപൊളി.
കിടിലൻ കാസ്റ്റിങ്. ഞാൻ അടുത്തത് നോക്കിയെടുക്കാം. ഓ ആവോ, ഇത് അടിപൊളി സ്റ്റേഷൻ വാഗനാണല്ലോ. ഇതേതാ വണ്ടി? നമ്മൾ സ്കൈലൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും R34 മനസ്സിൽ വരത്തുള്ളൂ. ഇത് സ്കൈലൈൻ ആണോ? ഇതും സ്കൈലൈനാണ്. വാവ്. സ്കൈലൈൻ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും സ്റ്റേഷൻ വാഗൻ ഉള്ളതല്ലേ സ്കൈലൈൻ്റെ ഒറിജിനലായിട്ട്? നിസാൻ ഇത് ശരിക്കുള്ള വണ്ടിയാണ്. ഓ നൈസ്. ഇപ്പം എൻ്റെ അടിയുടെ പേര് നോക്കുവാണെങ്കിൽ കാണിക്കും സ്കൈലൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. നിസാൻ സ്കൈലൈൻ വാൻ. അങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ ഇട്ടേക്കുന്നത്. ഓ, മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ. അടിപൊളി കേട്ടോ. എനിക്കൊന്ന് ഇതിനെ ബേസ് ചെയ്തിട്ട് കേരളത്തിൽ ഒരാൾ ഇങ്ങനത്തെ ഒരു സ്റ്റേഷൻ വാഗൻ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. സ്കൈലൈൻ അല്ല, പക്ഷേ ഒരു സ്റ്റേഷൻ വാഗൻ. നൈസ്. എനിക്ക് ഇതിൻ്റെ തന്നെ ഒരു ക്രോംബിലുള്ള സെയിം കാസ്റ്റിംഗ് ഒരു പേഴ്സൺ ചോദിച്ചിട്ടുണ്ട്. സ്വാപ്പ് ചെയ്താണോ? അല്ല. അപ്പോൾ അടുത്തത് വേറെ ലെവൽ സാധനം കേട്ടോ. പിള്ളേരുടെയൊക്കെ ഫേവറേറ്റ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് പറയാം. സുപ്ര. ഞാൻ ഇന്നലെ സുപ്ര ഉണ്ടായിരുന്നു ഒറിജിനൽ ബ്ലാക്ക്. ഞാൻ ഫോട്ടോ. ഓ, ഇത് അടിപൊളി കേട്ടോ. ഇതൊരു പക്ഷേ ഇത് സ്കൈലൈൻ സീറ്റ്, അതായത് ഒരു അതെന്ത് ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഇത് വരാൻ കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. ഇപ്പോൾ ഒരു പ്രീമിയം സൂപ്പറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇടയ്ക്കൊരു മിക്സ് പോലെ എടുക്കും. നമ്മുടെ ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസിനകത്ത് കാണിച്ച R34 കളറാണ് ഈ സൂപ്പറയ്ക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആ R34 ഈ ഓറഞ്ച് സൂപ്പറുടെ കളർ വെച്ചിട്ട് R34 ഇറങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് R34. ഇത് ശരിക്കും റെയർ ആണ് ഈ വണ്ടി, ഈ ഒരു കളറിലോ? ഈ സൂപ്പറ. ഇപ്പോൾ ഞങ്ങളുടെ US-ലാണെങ്കിൽ നമുക്ക് കിട്ടും. നല്ല സൂപ്പർ ഡിസൈറബിൾ ആയതുകൊണ്ട് എല്ലാവരും ഇത് പെട്ടെന്ന് മേടിച്ച് അങ്ങനെ റെയറായി മാറും. എല്ലാവരും പെട്ടെന്ന് മേടിച്ച് വന്നാൽ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ. ഡിസൈർ കാരണം അത് റെയറാണ്. ഇവിടെ ഡെഫിനറ്റ്ലി റെയറാണ്. പ്രീമിയം സൂപ്പർ ഉണ്ട്. ഇന്ത്യയിലെല്ലാം റെയറാണ്. അപ്പോൾ അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് പോർഷെ. പോർഷയല്ലേ? ഇത് പോർഷയുടെ ഏതാ എക്സാക്റ്റ് അല്ല. ഇതൊരു 9 ആണ്. 6 ആണോ അറിയത്തില്ല, നോക്കണം. ഇതൊരു ക്ലാസിക് പ്രീമിയം പോർഷയാണ്. ഈ കളർ ഒരു ഡയറോമ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ നേരത്തെ വെച്ചാൽ മറ്റേ പോർഷെ പോലെ തന്നെ അതിനോട് ഇറങ്ങിയതാണ്. ഓക്കെ, ഒരു റാലി കാർ പോലെയാണെന്ന് തോന്നുന്നല്ലേ? നൈസ്. അപ്പോൾ അടുത്തത് നമ്മുടെ കയ്യിൽ 3 ബ്ലാക്ക് എഡീഷൻസ് ആണ്. ഇത് ഏതൊക്കെയാണ് വണ്ടി ബ്രോ? ഇത് ഫാഷൻ ഫ്രീസിലുള്ള ഒരു മസിൽ കാറാണ്. എക്സാക്റ്റ് ആയിട്ട് നോക്കണം. ഇത് ഒരു കസ്റ്റം പ്ലൈമത്ത് GTX, അതും ഫാഷൻ ഫ്രീസിൽ തന്നെ. ഓക്കെ. ഇതൊരു ഡോഡ്ജ് ചാലഞ്ചർ. ഓക്കെ. അമേരിക്കൻ മസിൽ കാർസ് എന്ന് പറയുമ്പോൾ ചാർജേഴ്സും ചാലഞ്ചേഴ്സും വളരെ ഫേമസ് തന്നെയാണ്. അതിൽ ചാലഞ്ചറാണിത്. പക്ഷേ ഇതും കണ്ട ഇതെനിക്ക് തോന്നുന്നത് ഒരു ഇത് തന്നെ ഒരു പ്ലൈമത്താണ്. പ്ലൈമത്തിൻ്റെ കൂടെ 70 സീരീസ് 70s മസിൽ കാറാണ്. ഈ ബ്ലാക്ക് കളേഴ്സ് കുറച്ച് റെയർ ആണോ കിട്ടാൻ വേണ്ടി? ബ്ലാക്ക് അത് ചേസ് കാഴ്സ് എന്നാ പറയുന്നത്. അല്ലാണ്ട് ഇത് ചേസ് ഒന്നുമല്ലോ. അല്ല, പക്ഷേ പ്രീമിയം ആണ്. അതിപ്പോൾ പൊതുവെ ഏത് ഡൈകാസ്റ്റ് കാഴ്സും വരുമ്പോഴും ബ്ലാക്കിൽ കാണാൻ രസമായതുകൊണ്ട് ആൾക്കാർ അത് ആദ്യമേ പിക്ക് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഇത് ഇവിടെ മാറ്റ് ഫിനിഷ്, ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷും. നല്ല രസമുണ്ട് പെയിന്റ് ജോബ്. ഓ, അടിപൊളി കേട്ടോ. പക്ക നല്ല ഡീറ്റെയിലിംഗ്. ചാലഞ്ചർ. ഓ, ചാലഞ്ചർ ഭയങ്കര രസമുണ്ടല്ലോ ജോർജിൻ്റെ. ഈ 64 ഇത്രയും ഡീറ്റെയിലിംഗ് വരുന്നത് ഭയങ്കര. അത് ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം ആയതുകൊണ്ടും പിന്നെ ഇത് എസ്പെഷ്യലി ബുളവാർഡ് സീരീസ് എന്ന് പറഞ്ഞ പ്രീമിയത്തിൽ ഇറങ്ങുന്ന. ഓക്കെ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ബുളവാർഡ് സീരീസ് കുറച്ചും കൂടെ പ്രീമിയത്തിലേക്കാളും കുറച്ചും കൂടെ റിയലിസ്റ്റിക്, അല്ല കുറച്ചും കൂടെ നല്ല കളറിൽ ഇറങ്ങുന്ന കാഴ്ചയൊക്കെ തന്നെ ആയിരിക്കും. മെയിൻലി അത് റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെ മിക്കവാറും ഒരു കാർ കാണും ഈ കളറിൽ തന്നെ. ഓക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അവരുണ്ടാക്കുന്നത്. ഓക്കെ, ഒരാളുടെ വണ്ടി ഇൻസ്പയർ ചെയ്ത് ആരുടെ ഒരു മേ ബി ഒരു പ്രൊഡക്ഷൻ വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കസ്റ്റം ആയിരിക്കും. പക്ഷെ അത് ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് ബുളവാർഡിൽ കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ ഹോട്ട് വീൽസിൻ്റെ ജി വാഗൺ സീരീസ് ആണ് റിവീൽ ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു ഹിഡൻ ഫീച്ചർ ഉണ്ട്, ബ്രോനെ പറഞ്ഞു. ഇത് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഈ ഒരു ടോപ്പോടെ തന്നെയാണ്. അതായത് റിമൂവബിൾ ആണ് ആക്ച്വലി. നമ്മൾ കാർഡിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ ഇളകുന്ന കണ്ടത്. അങ്ങനെ ഊരിയപ്പം ഇത് റിമൂവബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തിരിച്ച് വെക്കുമ്പോൾ ശരിക്കും ഒരു കൺവേർട്ടബിൾ ആയിട്ട് അല്ലാതെ എടുക്കാം അല്ലേ? അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ കിട്ടിയത് കാർഡിനകത്ത്. ഞാൻ പൊട്ടിച്ച് ഹോട്ട് വീൽസിൻ്റെ ഉണ്ടോ ശരിക്കും ഇങ്ങനത്തെ സീരീസ് നമുക്ക് റിമൂവബിൾ പാർട്സ്? ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് റിമൂവബിൾ പാർട്സും ഹുഡൊക്കെ ആയിട്ട് ചില കാർസിനൊക്കെ കാണും. അത് നമ്മളിങ്ങനെ കിട്ടിക്കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, അല്ലെ പിന്നെ നേരത്തെ അറിയാവുന്നവരായിരിക്കണം. ഞാനിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ. അടിപൊളി. അടുത്ത എൻ്റെ ഒരു പോർഷയുടെ ഇത് മോഡൽ ഇതുപോലെ തന്നെ പോർഷയുടെ 935. ഇപ്പോൾ പോർഷെ 935 ഇത് റേസ് കാറാണ്. ഓക്കെ. ഇത് പല കളറിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലാക്കും ഉണ്ട്, മിഡ് ലൈൻ വെർഷൻ. ഞാൻ കാണിക്കാം. ഇത് പക്ഷേ പ്രീമിയം. ഓ നൈസ്. എനിക്ക് തോന്നുന്നു ബുളവാർഡ് സീരീസിൽ ഇതുപോലെ ഇറങ്ങിയത്. അപ്പോൾ ബേസ്ഡ് ഓൺ റിയൽ കാർ ആവാം. ഓക്കെ.
ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല കളേഴ്സും നല്ലതാണ്. ഒരു പ്ലസൻറ്റ് കളറും നല്ല ഡീറ്റെയിലിംഗും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തെടുക്കാം. അടുത്തതാണ് നമ്മുടെ വേറെ ലെവൽ ഐറ്റം. ഇത് എല്ലാവർക്കും അറിയാവോ എന്നറിയത്തില്ല, പക്ഷേ നമ്മൾ സൂപ്ര എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ Mark 4 സൂപ്രയെ അറിയത്തുള്ളൂ. പിന്നെ ഇപ്പം ഇറങ്ങിയ Mark 5 ഇതൊക്കെ അതിന് മുമ്പ് ഇറങ്ങിയൊരു സൂപ്ര തന്നെയാണ്. പണ്ട് ഇറങ്ങിയ ടൊയോറ്റ സിലിക്കയോ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടാണ് പിന്നെ അവർ സൂപ്ര ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഇതൊരു സൂപ്രയ പ്രീമിയം, ഇതിന് സൂപ്രയ. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കുവാണെങ്കിൽ ഈ ഒരു ഷേപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് 80s ഇപ്പോൾ 82 ടൊയോറ്റ സൂപ്ര. അപ്പോൾ 80s ഈ ഷേപ്പിലായിരുന്നു സൂപ്ര ഇറങ്ങിയത്. ശരിക്കും അത് കഴിഞ്ഞിട്ടൊന്നും ആലോചിക്കുക, അവരുടെ ഷേപ്പ് മൊത്തത്തിൽ ഒന്ന് മാറിയത്. ഈ ഒരു ഫ്രണ്ടും ബാക്കി രണ്ടും ടോട്ടലി ഒരു കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഒരു ബന്ധം തോന്നത്തില്ല. സത്യം. ഈ രണ്ട് വണ്ടികളും, രണ്ട് സൂപ്ര. ഇത് ഫസ്റ്റ് സൂപ്ര, ഇത് മാർക്ക് 4 സൂപ്ര. രണ്ട് സൂപ്രാസ് തമ്മിലും ഭയങ്കര ടോട്ടലി ഭയങ്കര ഒരു ഷേപ്പ്. എനിക്കൊന്നും ഇത് കുറച്ച് പേരുകളുണ്ട് യു എസിൽ ഈ വണ്ടി ശരിക്കും. ഞാൻ ഈടിയം കണ്ടായിരുന്നു ഒരു പുള്ളിയുടെ ഒരു പർപ്പിൾ കളറിൽ ഇതുപോലത്തെ ഒരു വെർഷൻ സൂപ്പർ ഉണ്ടായിരുന്നു. നൈസ്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പ്രഭുവിനെ വിളിക്കാൻ പോവാം. കാരണം ഇവിടെ ഹണ്ടിന് പിള്ളേർ പോകുമ്പോഴത്തേക്കും നമ്മൾ പറയണം നല്ല വണ്ടികൾ കിട്ടുവാങ്ങി ഒന്ന് തരണമെന്ന് പറയും. ഇവർ ഹണ്ടിന് പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവന്മാരുടെ കണ്ണ് കഴിക്കും. എന്നിട്ട് പറയും വണ്ടിയുടെ ഫോട്ടോ ഒക്കെ ഇടാം. ഞാൻ ആ വണ്ടി ഒന്ന് തരാമെന്ന് ചോദിക്കുമ്പോൾ തരൂല്ലല്ലോ. എന്നിട്ട് അവസാനം നമ്മൾ വെറുതെ ആഗ്രഹം കൊടുത്തിട്ട് കൊതിപ്പിച്ചിട്ട് കളയും. അപ്പം നമ്മൾ ഇന്ന് ആഗ്രഹം തന്ന ഒരുത്തനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ ഇത് കണ്ടു കഴിയുമ്പോൾ ഞെട്ടോ ഇല്ലോ നോക്കാം. നമുക്ക് കൊതിപ്പിക്കാന്നല്ലേ? അതെ, ഒന്ന് കൊതിപ്പിക്കാം. ഒരു സാധനം കിട്ടി, കാണിച്ചു തരാം. അല്ല, സുപ്ര ഹോട്ട് വീൽസ് പ്രീമിയം. വേറെ സാധനം കാണിച്ചു തരാം. സ്കൈലൈൻ. അതിന്റെ വേറൊരു സാധനം കാണണോ? ആ സ്കൈലൈന്റെ വേറൊരു സാധനം കാണണം. അല്ല, സ്കൈലൈൻ്റെ എല്ലാ സാധനം കാണിക്കാം. ഇതിന്റെ വേറെ സ്കൈലൈൻ, രണ്ട് വേറെ സ്കൈലൈൻ. വേറെ സാധനം കാണിക്കാം. സൂപ്ര വേറെ സാധനം ഞാൻ കാണിക്കാം. സാധനം അന്ന് ആ സെയിം സാധനം തന്നെ കാണിക്കാം. എനിക്ക് LBW രണ്ട് ഇത് കണ്ടോ? R34. ഉണ്ട്, ഇപ്പൊ കാണിക്കാം. നമ്മുടെ ഈ സാധനം കാണിച്ചു തരാം. ഈ സാധനം അതിപ്പോ പ്രീമിയം. അതിന്റെ പ്രീമിയം ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. രണ്ട് ഇത് അതിന്റെ പ്രീമിയം. നോർമലി ഉണ്ട്, നമ്മുടെ ഇപ്പൊ ഇരിപ്പുണ്ട്. അത് കാണിക്കാൻ വേണേ. രണ്ട് പോർഷെ. ഇത് ഹോങ്കോങ്ങിൽ നിന്നൊന്നല്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് കൊണ്ടുവന്നാ. തോമാച്ചൊന്നല്ല. ഇത് കണ്ടോ? ഇത് പോർഷെ. ഇത് കണ്ടോ? പോർഷെ. എന്നാ വേണ്ട, നിനക്ക് എന്റെ ഇല്ലാത്ത സാധനം. ഒരു 1500 ഹോട്ട് വീൽസ് പ്രീമിയം രണ്ട് ഇവിടെ ഇരിക്കുന്നു. രണ്ട് ഈ പെട്ടി ഇതിന്റെ അകത്തെല്ലാം. ഇതുണ്ടോ? നോക്ക്, ഇതിനകത്ത് ഇനി കേരളത്തിൽ ഇല്ലാത്ത എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. ഇത് മെയിൻ ലൈൻ പ്രീമിയം ഉണ്ട്. ഇത് ഹോട്ട് വീൽസ് ഇല്ല, ഉണ്ണിയൊന്നും ഇല്ല ഇവിടെ. ഇനി ഏറ്റവും വലിയ ഐറ്റം അറിയാം, ഇതിന്റെ എല്ലാം 2 എണ്ണം വെച്ച് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, തരൂല്ലല്ലോ. ഉണ്ണി, നമ്മള് തരൂല്ലല്ലോ. നമ്മള് സ്ഥിരം ഹണ്ടിന് പോയി. അതെ, ഇതെല്ലാം എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ കയ്യിൽ ഏറ്റവും റെയർ ആയിട്ടുള്ളൊരു വണ്ടിയുണ്ട്, നമ്മുടെ റെഡ് സൂപ്ര. അപ്പം എന്താ ബ്രോ ഇതിനെ കുറിച്ച്? ഇതൊരു പ്രീമിയം ആണ്. റെഡ് സൂപ്ര മെയിൻ ലൈനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കളർ ചെറിയ ഷെയ്ഡ് വ്യത്യാസമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സൂപ്രയാണിത്. ഓക്കെ, സോ അത്യാവശ്യം ഡിമാൻഡ്, ഇപ്പോൾ US-ലാണെങ്കിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളൊരു സൂപ്ര. കാർഡഡ് ആയിട്ടാണ് ഒരു ഗ്രീൻ സൂപ്ര വരുന്നുണ്ട്. അതിന്റെ മെയിൻ ലൈൻ വെർഷൻ. നേരത്തെ പറഞ്ഞത് പ്രീമിയം ആണ്. റിയൽ വീൽസ്, റബ്ബർ ടയേഴ്സ്, മെറ്റൽ ബേസ്. അടിപൊളി. ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇതിനൊക്കെ നല്ല വിലയായിരിക്കും അല്ലേ? നമുക്ക് ഇത്രയും വില JDM കാഴ്സിന് വരാന്നത് നമ്മുടെ മൂവീസൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് തന്നെയാണ്. അപ്പം JDMത്തിന് അന്ന് വാല്യൂ ഉണ്ടെങ്കിൽ കാഴ്സിനും ഡൈക്കാസ് കാഴ്സിനും വാല്യൂ ഉണ്ട്. ഈ ചിലർ ഫ്യൂച്ചറിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന പോലെ 2054 ഈ വീഡിയോ കാണുന്നവരുണ്ടോയെന്ന്. അതുപോലെ 2054 നമ്മൾ ഈ വീഡിയോ കാണുന്നവരുണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇതുപോലെ പ്രീമിയം സൂപ്പേഴ്സ് ഒക്കെ നമുക്കിവിടെ കോമൺ ആയിട്ട് കിട്ടുമായിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ അന്നത്തെ ടൈമിലല്ലേ. പക്ഷെ എന്നാലും ഈ ഒരു ഓർത്താൽ മതി,
ഈ സമയങ്ങളിൽ അത് കിട്ടാൻ പാടായിരുന്നു. സത്യം 2024. അതെ, നമ്മൾ ഇച്ചിരി പാട് വിട്ടിട്ട് തന്നെ ഇതെല്ലാം ഒപ്പിച്ചത്. ടൈം ട്രാവൽ. അപ്പോൾ അടുത്തെടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ സ്പീഡ് മെഷീൻ്റെ ഒരു കണ്ടെയ്നറാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കാർഡഡ് ആയിട്ടുള്ളതിന് പകരം ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടെയ്നറായിട്ട് ഇതിൻ്റെ ഈ 5 കാഴ്ചം കണ്ടെയ്നറിലായിട്ട് നമുക്ക് കിട്ടും. കണ്ടെയ്നർ സെറ്റ് എന്നങ്ങാണ്ട് പറയുന്നത്. അത് ഓൺലൈനിൽ കിട്ടുന്ന മെറ്റലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. മെറ്റലിന്. ഓക്കെ, നൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. വാ, കാഴ്ച ഇതിനകത്ത് സ്റ്റഫ് ചെയ്തു. എല്ലാ കാര്യം ഷഫിൾ ചെയ്തിരിക്കുന്നത്. നൈസ്. അപ്പോൾ കുറേ എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് അല്ലാണ്ടുള്ള പല അപ്പോൾ നമുക്ക് എല്ലാം 4-5 എണ്ണം വെച്ചിട്ട് ഒന്നിച്ച് റിവ്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ ഫോർഡിൻ്റെ കുറച്ച് ഹോട്ട് വീൽസ് ആണ്. അപ്പം ഏതൊക്കെ മോഡൽസ് നമ്മുടെ കയ്യിലിരിക്കുന്നത്? ഇത് ഫോർഡിൻ്റെ ഒരു വിൻറ്റേജ് വാൻ. ഓക്കെ. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർഡ് ട്രാൻസിറ്റ് സൂപ്പർ വാൻ എന്നാണ് എൻ്റെ പേര്. ഇതും ഫോർഡിൻ്റെ ഒരു സ്പോർട്സ് കാറാണ്. റേസ് ട്രാക്ക് നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം. ഫോർഡ് കപ്രി GR5 അതാണ് പേര്. പിന്നെ അത് ഫോർഡിൻ്റെ RS200. ഹോളർ ഫോർഡിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റ്. റാലി ഹോളേഴ്സ് പോലെ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു RS200 ആണ് ഇതിൻ്റെ കൂടെ വന്നത്. ഹോളറായിട്ട് വലിക്കാൻ പറ്റുന്ന സെറ്റ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു ആൽഫ റോമിയോ ഉണ്ട്, നിസാൻ്റെ സി ഉണ്ട്. പിന്നെ ഇത് ഹോട്ട് വീൽസിൻ്റെ MPK വാൻ. പിന്നെ BMW M1 Pro കാർ എന്ന് പറഞ്ഞൊരു. നൈസ്. ഇത് ആൽഫ റോമിയോയുടെ ഒരു റാലി കാറാണെന്ന് തോന്നുന്നല്ലേ? ഐ തിങ്ക് സോ. എന്തായാലും ഡീറ്റെയിലിംഗ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ 2019 ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണോ? അതിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ടോ? നല്ല പെയിന്റിന് പോലെ ഒരു ആക്ച്വൽ ഗ്ലാസ് ഒക്കെ വെച്ച്. സത്യം, സാറിന് അവരങ്ങനെ കൊടുക്കാറില്ല. എനിക്കൊന്ന് അന്നത്തെ ഇപ്പോൾ 2024 ഇറങ്ങുന്ന പ്രീമിയംസിനൊക്കെ മിക്കപ്പോഴും ഗ്ലാസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു സ്റ്റിക്കേഴ്സോ അല്ല അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. ഒക്കേഷനിൽ മാത്രമേ ചില വണ്ടികൾക്ക് തന്നെ കിട്ടത്തുള്ളൂ. ഇപ്പം ഇതിൻ്റെ പോലും ജസ്റ്റ് എനിക്ക് ഇത് പ്രൊഡക്ഷൻ 2021 കണ്ടോ, ഗ്ലാസ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പക്ക ഡീറ്റെയിലിംഗ്, നല്ല പ്രൊജക്ഷൻസ് എല്ലാം ഉണ്ട്. കുറച്ചും കൂടെ എനിക്ക് പണ്ടത്തെ വണ്ടികൾക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെയിൻ ലൈൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രീമിയം ലൈനിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻ ലൈനിൽ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് അവർ ക്വാളിറ്റിയിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ MPK വാൻ. ഇതിൻ്റെ ഒരു വണ്ടിക്ക് ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ കെവിൻ പറയും. ഇത് ഇവരിങ്ങനെ MPK എന്ന് ഇട്ടേക്കുന്നതിൻ്റെ കാരണം MPK അത് മെറ്റൽ ബാങ്കോക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ അവിടെ ബാങ്കോക്കിലുള്ള എംപ്ലോയീസിൻ്റെ അവരെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ പറ്റുവാണെങ്കിൽ അവരുടെ റൈറ്റ് സൈഡ് ഇവിടെ പാസഞ്ചർ സൈഡിൽ ഒരു ചെറിയ എലിഫൻറ്റിനെ കാണാം. സൂക്ഷിച്ച് കാണത്തുള്ളൂ. അത് ചെറിയൊരു ഡീറ്റെയിലിംഗ് അവർ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാങ്കോക്കിലെ അവിടുത്തെ ആയിരിക്കും എലിഫൻറ്റ്. അതിനെ ബേസ് ചെയ്ത അവരുണ്ടാക്കിയേക്കുന്നത്. ഈ HKS ഞാൻ പലയിടത്തും കണ്ടിട്ടുമുണ്ട്. HKS അതിൽ എനിക്ക് റേസിംഗ് തോന്നുന്നത്. ഇത് 2-pack എക്സ്ക്ലൂസീവ് ആയിട്ട് ഇറങ്ങിയൊരു കളറാണ്. ഇതിൻ്റെ ഒരു R32 GTR ഉണ്ടായിരുന്നു. ഇത് എത്ര നാൾ മുമ്പ് ഇതൊക്കെ കളക്ട് ചെയ്ത്? ആക്ച്വലി ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലത്തോളമായി. ഓക്കെ. അതിനുള്ളിൽ കിട്ടിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈക്ക് കെവിൻ 1:18 സ്കെയിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പം ഞാൻ ആക്ച്വലി 1:18 കളക്ടറായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കൂടുതൽ 1/64 ഉണ്ട്. പക്ഷേ 1/64 ഉള്ള ഒരു കളക്ടർ 1/18 വരുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ്. അപ്പം ഞങ്ങൾ അങ്ങനെ കെവിൻ്റെ കളക്ഷൻസിന് പകുതി ഞാൻ കുറേ എണ്ണം കെവിൻ എനിക്ക് വേണ്ടി സെല്ല് ചെയ്തു. അപ്പം ഏറ്റവും വലിയതെന്ന് വെച്ചാൽ കെവിനോട് താങ്ക്ഫുൾ ആവേണ്ടതെന്ന് വെച്ചാൽ, കാരണം അത്രയും ഡിസ്റ്റൻസ് ഇത്രയും അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് കെവിൻ ഈ വണ്ടികളൊക്കെ എനിക്ക് കൊണ്ടുവന്നു. അപ്പം താങ്ക്സ് എ ലോട്ട്. അപ്പോൾ കഴിഞ്ഞ അവിടുത്തെ വണ്ടി കൊണ്ടുവന്നത് കെവിൻ്റെ ഫ്രണ്ടായിരുന്നു അലൻ. അപ്പോൾ അലനാണ് നമ്മുടെ കഴിഞ്ഞ അവിടുത്തെ വീഡിയോയ്ക്കകത്ത് കുറേ ഹോട്ട് വീൽസ് കൊണ്ടുവന്നത്. അപ്പോൾ കെവിൻ എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതെല്ലാം ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇത് വരും തുടക്കം മാത്രം. അപ്പോൾ പിന്നീട് നമ്മുടെ കയ്യിൽ 2 വണ്ടികളുണ്ട്. അത് 2 ഹോട്ട് വീൽസ് അല്ല, ഓട്ടോ വേൾഡിൻ്റെ 1/64 ആണ്. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡാണ് അല്ല മോഡൽസ് ബ്രോ? ഇത് കോർവെറ്റ്. ഇത് മിറ്റ്സുബിഷിയുടെ ഒരു JDM കാറാണ്. മിറ്റ്സുബിഷിയുടെ ഒരു മോഡൽ എന്തായാലും. JDM ഇതൊരു അമേരിക്കൻ. അപ്പോൾ നമുക്കിത് പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഹോട്ട് വീൽസ് പോലെയല്ല, ഓപ്പണബിളാണ്. ഇതിൻ്റെ ബാക്ക് നോട്ടെ. ഇതുണ്ട്, അത്യാവശ്യം നഹം വേണം. അപ്പം ഇതിൻ്റെ എൻജിൻ സൈഡും എല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നല്ല പെയിൻറ്റ് ജോബാണ്. എനിക്കൊന്ന് ഹോട്ട് വീൽസിനേക്കാളും കുറച്ച് ക്വാളിറ്റി ഉണ്ടല്ലോ പെയിൻറ്റിന്. ഇതാണ് ആക്ച്വൽ മോഡൽ കാർ. ഇതിങ്ങനെ മോഡൽ കാറായിട്ട് ഇങ്ങനെ നമുക്ക് ഹോട്ട് വീൽസ് ഇങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകും. പാർട്സ് ഒക്കെ അത്യാവശ്യം ഡെലിക്കേറ്റ്. ഓക്കെ. ഇതിങ്ങനെ ക്വാളിറ്റി കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. അതെ, ഡീറ്റെയിലിംഗും ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. റിയൽ വീൽസ്, ടയേഴ്സ്, മെറ്റൽ ബേസ്, പിന്നെ ഓപ്പണബിൾ ഹുഡൊക്കെയാണ്. പ്രത്യേകത ടൂളൊക്കെ ഉപയോഗിക്കണം. ഇനി അടുത്തത് നമ്മുടെ കയ്യിൽ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു കണ്ടെയ്നർ നമ്മൾ അൺബോക്സ് ചെയ്ത്. അപ്പോൾ ഏതൊക്കെ വണ്ടിയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് വൺ ഇതൊരു വാനാ. എടുത്ത് പറയുന്നില്ല ഏത് ലൈസൻസ്ഡ് മാനുഫാക്ചറിൻ്റെ ആണെന്ന്. ജസ്റ്റ് എനിക്കൊന്ന് ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ഫാൻറ്റസി പോലത്തെ വാന. പക്ഷേ ബേസ്ഡ് ചെയ്യണ 70s 80s
ഫോർഡിൻ്റെയോ ഡോഡ്ജിൻ്റെ അങ്ങനെയുള്ള ഈ ഒരു വർക്ക്ഷോപ്പ് ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ആയിരിക്കും. പിന്നെ അടുത്തത് അടിപൊളിയാണ് കേട്ടോ. ഇത് ലെവല് കാസ്റ്റിങ്ങും പിന്നെ നല്ല ഷേപ്പോ ഡീറ്റെയിലിങ്. എനിക്കത് ഇത്രയും എൻജിൻ പേ ഒക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ക്രോം അല്ലേ? ഇത്രയും ക്രോമായിട്ട്. ഇത് പ്രീമിയം അല്ലേ? അതെ. ജെയിലനോ എന്ന് പറഞ്ഞ ആളെ അറിയാമെങ്കിൽ പുള്ളി ഒരു കാറിനെ പറ്റി പഠിക്കേണ്ടവരൊക്കെ പുള്ളിയുടെ വീഡിയോസ് കാണാറുണ്ട്. ഓക്കെ. ജെയിലനോ ഒരു കാർ എന്തൂസിയാസ്റ്റും യൂട്യൂബറൊക്കെയാണ്. പുള്ളിയുടെ പേഴ്സണൽ കളക്ഷൻ പുള്ളിയുടെ വണ്ടിയാണ്. ഇതിന്റെ പുള്ളി ഇപ്പോൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതാണോ ഇങ്ങനത്തെ ഒരു വണ്ടി? അത് ആ വണ്ടിയുടെ ഹിസ്റ്ററി നോക്കണം. ഇതെന്തായാലും ഇതിന്റെ പേര് ജെയിലനോ ടാങ്ക് കാർന്നാണ്. പുള്ളിയുടെ ഒരു പേഴ്സണൽ വണ്ടിയാണ്. അപ്പം എനിക്കത് കഷ്ടമായിരിക്കും ഇങ്ങനെ അങ്ങനെ പുള്ളിയുടെ പേഴ്സണൽ കളക്ഷനുള്ള ചില വണ്ടികൾ ഇതൊക്കെ. നൈസ്. ശരിക്കും എനിക്ക് എപ്പോഴും തോന്നുന്ന ഡൗട്ടാണ്, നമ്മളൊരു വണ്ടി പർച്ചേസ് ചെയ്തിട്ടില്ലേ, ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ ഒരു ബീറ്റിലോ അല്ലെ അങ്ങനത്തെ പല കാറുകളും, അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വേറെ രീതിയിലൊരു കസ്റ്റം മോഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ആ വണ്ടി ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുമെങ്കിൽ ഹോട്ട് വീൽസ് ആ വണ്ടീനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കുമോ? അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ആക്ച്വലി. അതിനെയാണ് ലെജൻഡ്സ് ടൂർ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു മീറ്റ് ഉണ്ട് എല്ലാ വർഷവും നടക്കുന്നത്. ഓക്കെ. ഞങ്ങളുടെ US ഓരോ സ്റ്റേറ്റിലായിട്ടും ഒരു ദിവസങ്ങളിൽ വെക്കും. യൂഷ്വലി സാറ്റർഡേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഫാൻറ്റസി വണ്ടികൾ അല്ല കുറേ മോഡിഫൈഡ് വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി അതിന് കോമ്പറ്റീഷൻ എടുത്തിട്ടതിന് ശേഷമാണോ അത് ജയിക്കുന്ന ആളുടെ വണ്ടി അടുത്ത വർഷം മെയിൻ ലൈൻ വെർഷനായിട്ടൊക്കെ ഇറക്കാം? ഓക്കെ. അങ്ങനെ പ്രീമിയം സെഗ്മെന്റ്സോ? പ്രീമിയത്തിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അവർ ചിലപ്പോൾ പ്രീമിയം ആയിട്ട് ആ കാസ്റ്റിംഗ് അവരുടെ കയ്യിൽ സ്കാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് പ്രീമിയം വേണമെങ്കിൽ അവർക്ക് പ്രീമിയത്തിലും ഉണ്ടാക്കാം. മെയിൻ ലൈനായിട്ടാണ് യൂഷ്വലി അത് ഇറക്കുന്നത്. എന്തായാലും നമ്മുടെ സ്വന്തം വണ്ടി കോമ്പറ്റീഷൻ പാസ്സായിട്ട് അടുത്ത വർഷം എല്ലാ സ്റ്റോഴ്സിലും നമ്മുടെ വണ്ടി ആ കളറിൽ നമ്മുടെ പേര് ചിലപ്പോൾ കാണിരിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ആ സാധനം പിള്ളേരൊക്കെ മേടിക്കാൻ ഒരു സന്തോഷം കിട്ടും. അത് അങ്ങനെ വേറെ ഫീലിംഗ് ഇല്ലല്ലോ. ഭയങ്കര മൂടായിരിക്കും കേട്ടോ നമ്മുടെ തന്നെ. ഇന്ത്യയിലൊക്കെ അങ്ങനെ വരുവാണെങ്കിൽ വലിയൊരു ലക്ക് തന്നെയായിരിക്കും. സത്യം. അത് നൈസായിട്ടോ. അത് പ്രത്യേകിച്ച് കേരളത്തിൽ വരണം ഇതുപോലത്തെ മോഡിഫിക്കേഷൻ. അയ്യോ അടിപൊളി. അപ്പം അടുത്തെടുക്കാം. അപ്പം ഇനി അടുത്തത് ഡോഡ്ജിൻ്റെ ഒരു പവർ വാഗനാണ്. അപ്പം ഇത് ലൈക്ക് മോഡിഫൈഡ് ആയിട്ടുള്ളതാണോ? അത് ഇങ്ങനെ ഇതൊരു വിൻറ്റേജ് പിക്കപ്പ് ട്രക്ക് മോഡിഫൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഈ ഫ്രണ്ടിലത്തെ കാർഡും വീലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഷോക്കൊക്കെ പൊക്കി വെച്ചേക്കുക. ഇതൊരു പ്രീമിയം ആണ്. നല്ല ക്രോം വീൽസും റബ്ബർ ടയർസ് ഒക്കെ ആണ്. ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ഓഫ് റോഡ് വണ്ടിക്ക് റബ്ബർ അതിൻ്റെ ഫീൽ അത്ര വലിയ ടയറായി. നല്ല ഡീറ്റെയിലിംഗ് നല്ല രസമുണ്ട്. അതിൻ്റെ അലോയ്സ് ആണെങ്കിലും കറക്റ്റ് ഒരു ക്രോം ഫിനിഷ് ഉണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് വണ്ടി പോയേക്കുന്നത്. ഞാൻ അടുത്ത വണ്ടി ഇത് TMNT അഥവാ ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടർട്ടിൽസ് കണ്ടവരാണെങ്കിൽ അതിലെ കാർട്ടൂൺ വേർഷനിലെ അവരുടെ വാനാണിത്. ഇത് പ്രീമിയം ആയിട്ട് ഇറങ്ങിയതാ. ഇതിൻ്റെ ഫീച്ചർ ഉണ്ട്, ഇങ്ങനെ തുറക്കാൻ പറ്റും. അടിപൊളി. ഇതൊരു ഗണ്ണാണ്. അപ്പോൾ കാർട്ടൂൺ സീരീസിനകത്ത് ഇവിടെ ഒരാളെ വന്നിരുന്ന് വെടിവെക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ ആ സാധനം തന്നെ അവർ പ്രീമിയം ആയിട്ട് ഇറക്കിയപ്പോഴും ഇത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തു ഈ കാസ്റ്റിങ്ങിന്. എന്തായാലും ഓക്കെ, നൈസ്. നല്ല രസമുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ഒരു ബോക്സ് പൊട്ടിക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് ലൂസ് കാർസ് ആണ്. പിന്നെ അതുപോലെ മെയിൻ ലൈനും മിഡ് ലൈനും അല്ലേ? അപ്പോൾ നമ്മൾ പ്രീമിയം ഓൾറെഡി കഴിഞ്ഞു. ഇനിയുള്ളത് മെയിൻ ലൈനും മിഡ് ലൈനും പിന്നെ മാച്ച് ബോക്സിൻ്റെയും മെയിൻ ലൈൻസും അങ്ങനെയുള്ള. അപ്പോൾ നമ്മളിപ്പോൾ പൊട്ടിച്ച് ലൂസ് കാർസ് മാത്രമേ ഉള്ളൂ. ഇനി കിടക്കുന്നത് നമ്മുടെ കാർഡ്സും ഉണ്ട്. പ്രീമിയത്തിൻ്റെ, മെയിൻ ലൈനിൻ്റെ, മീഡിയത്തിൻ്റെ എല്ലാം കാർഡ്സ് ഇനി കിടക്കും. അപ്പം ഇപ്പം ലൂസ് കാർസ് തന്നെ. അപ്പം പൊട്ടിക്കാം. അടിപൊളി. അൺബോക്സ് ചെയ്യുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഏകദേശം ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നുന്നു എത്ര എണ്ണമാണ്. ഏകദേശം ഒരു 100-500 വണ്ടികളുണ്ട്. നമ്മൾ ഈ ബോളുകൾ കുറേ വെച്ച സാധനത്തോട്ട് പിള്ളേരെടുത്ത് ചാടുവരാ. അതുപോലെ തന്നെ ഹോട്ട് വീൽസ് മൊത്തം ഇരിക്കുന്നത് അതിൻ്റെ അടുത്തോട്ട് എടുത്ത് ചാടാൻ പോവാം. അപ്പം നമുക്ക് ഏത് വണ്ടി അൺബോക്സ് ചെയ്യുന്നത് ഭയങ്കര ഡൗട്ടാണ്. എന്തായാലും നമുക്ക് തുറന്നാലോ? ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ എൻ്റെ കൈ കിട്ടിയത് ഇത് അടിപൊളി BMW M3. വാവ്, M3 ആണ് തോന്നുന്നു. നോക്കാം. നൈസ്. നല്ല കളർ ചോയ്സ്. ഇത് മിഡ് ലൈനാ. മിഡ് ലൈൻ നല്ല രസമുണ്ട് കേട്ടോ. നിയോൺ സ്പീഡേഴ്സ് എന്ന് പറഞ്ഞൊരു സെറ്റിൽ ഇറങ്ങിയതാണ്. ആണോ? നൈസ്. ഇത് എന്ന് കളക്ട് ചെയ്ത കുറേ നാളായോ? ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സെറ്റാണ്. അന്ന് ഞാൻ കുറച്ച് അടിപൊളി. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രീമിയംസ് ഫുൾ ഈ ഒരു ബോക്സിലോട്ട് മാറ്റുവാണ്. കാരണം വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലതായാലും. പിന്നെ മെയിൻ ലൈനായിട്ട് പിന്നെ കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ പ്രീമിയം കാർഡ്സ് ഇങ്ങോട്ട് ഇടാം. പ്രീമിയം കാർഡ്സ് നമുക്ക് അത് അടി വെക്കാം, അല്ലെങ്കിൽ എങ്ങനെയാലും വെക്കാം. രണ്ടാമത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കേണ്ടത് ഒരു മാച്ച് ബോക്സിനായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ്. ഓക്കെ, ഫൈൻ. മാച്ച് ബോക്സ്. അപ്പോൾ മാച്ച് ബോക്സ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അത് നമ്മുടെ ഹോട്ട് വീൽസ് ഉണ്ടാക്കുന്ന മെറ്റലിൻ്റെ വേറെ. അപ്പം മെറ്റലാണ് പാരൻറ്റ് കമ്പനി. ഓക്കെ. അത് ഇനീഷ്യലി പറയായിരുന്നെങ്കിൽ ഇൻ ഹിസ്റ്ററി
മെറ്റൽ സെപ്പറേറ്റ് ആയിരുന്നു, അത് ബ്രിട്ടീഷ് കമ്പനി എങ്ങാണ്ടായിരുന്നു. പിന്നീട് മെറ്റൽ മേടിക്കുക എങ്ങാണ്ടാ ചെയ്തത്, അങ്ങനെ കണ്ടാന്നാ തോന്നുന്നത്. എന്നാലും ഇപ്പോൾ ഹോട്ട് വീൽസും മാച്ച് ബോക്സും മെറ്റലിൻ്റെ കീഴില്ല, രണ്ടും ഒരേ പാരന്റ് കമ്പനി തന്നെ. അപ്പോൾ അതിൽ നമ്മുടെ മാച്ച് ബോക്സിൻ്റെ ഒരു പോർഷെ ഇത് മൂവിങ് പാർട്സ് ആണ്. നല്ല സൗണ്ട് കേട്ടോ. ഡിക്കി രണ്ട് നമ്മുടെ ഡിക്കി തുറന്നിട്ടുണ്ട്. എൻജിൻ ബാഗ് കാണാൻ പറ്റും, ചെറിയ രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു വിൻറ്റേജ് പോർഷെ സത്യം നല്ല സൗണ്ട്. ഓക്കെ, നമ്മൾ അടച്ചു. ഇത് ഹോട്ട് വീൽസിനെക്കാളും ചീപ്പറായിട്ട് കിട്ടുകയും ചെയ്യും, അതാ പ്രത്യേകത. അടിപൊളി. പ്രീമിയത്തിന് പോലും നമുക്ക് $7 കൊടുക്കുമ്പോൾ ഇതിനൊക്കെ ഒരു $3 സംതിങ് കൊടുക്കും. അത്രേ ഉള്ളോ? നൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 സിവിക് ഇരിപ്പുണ്ട്. ഈ ഗോൾഡൻ ആണ് അത്യാവശ്യം ഭയങ്കര റെയറാണ്. അപ്പോൾ സെയിം കാസ്റ്റിംഗ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സാണ്, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതിൻ്റെ ടയർസും നല്ല രസമുണ്ടല്ലോ ഈ ഒരു സിവിക്കിൻ്റെ. പെയിൻറ്റ് ജോബ് അതിനും കൊടുത്തായിരുന്നു, നല്ല പെയിൻറ്റ് ജോബ്. അതുപോലെ ഒരു കാർബൺ ഫൈബർ, ഇതിൻ്റെ കാർബൺ ഫൈബർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ മുമ്പായിരുന്നു ഈ റെഡ് നേരത്തെ വന്നത്. ഓക്കെ, ഇത് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഉണ്ട്. ഇത് JDM കഴ്സ് തന്നെയാണ്. ഇതൊരു സിൽവിയാണെന്നാണ് തോന്നുന്നത്, അല്ല സോറി, മാസ്ഡ RX-7, ഒരു ഡ്രിഫ്റ്റ് കാർ പോലെ. അതാണ് ഈ ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ മാറ്റി ഡ്രിഫ്റ്റ് കാർ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു മിഡ് ലൈൻ ആണ്. നേരത്തെ കണ്ട BMW നല്ല കളർ ജോബാണ്, നല്ല രസമുണ്ട്. നിയോൺ സ്പീഡേഴ്സ് എന്ന് പറഞ്ഞ സീരീസിൽ ഇറങ്ങിയത്. ഓക്കെ, ഇതും ഒരു JDM മാസ്ഡ RX-3 എന്നാണ്. ഓക്കെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. ഇത് ലിബർട്ടി വാക്ക് വൈറ്റ് ബോഡി കിട്ടുള്ള ഒരു നിസാൻ സിൽവിയ S15 ആണ്. ഓക്കെ, അതിപ്പോൾ പ്രീമിയം ആയിട്ട് ഇറങ്ങും. ലിബർട്ടി വാക്ക് കിറ്റുണ്ട്, നല്ല ഡീറ്റെയിലിംഗ്. പ്രീമിയം അല്ലേ? അല്ല, ഇത് മെയിൻ ലൈനാണ്. ഇത് മെയിൻ ലൈനാണോ? മെയിൻ ലൈനായിട്ട് ബ്ലാക്ക് ആയിട്ട് മെയിൻ ലൈൻ ഇത്ര ഞാൻ പറയാം. ബ്ലാക്ക് കളക്ഷനിൽ ചില നല്ല വണ്ടികളുണ്ട്. ഫൈൻ. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ല ഡീറ്റെയിൽ. ഇത് പ്രീമിയത്തിൻ്റെ ഡീറ്റെയിലിംഗ് പോലെ ഉണ്ട് അതിനകത്ത്. പ്രീമിയം ഇറങ്ങാറുണ്ട് വേറെ കളറിലൊക്കെ. നൈസ്. പിന്നെ നമ്മുടെ ഒരു വേറൊരു കുഞ്ഞ്, ഇതൊരു സിവിക് അല്ലേ? ഇതും സിവിക്ക. അതിൻ്റെ നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ നല്ല കളർ കാണാൻ പറ്റും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സിവിക്ക, ഒരു നമ്മുടെ നാട്ടിലെ പ്രിയ പോലെ ഉണ്ട്. അപ്പോൾ അടുത്തതൊരു കിടിലൻ വണ്ടി കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഒരു ഓമ്നി വാനൊക്കെ പോലെ ഉണ്ടല്ലോ. രണ്ട് ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കാം. ഒരു JDM മിനി പിക്കപ്പ് ട്രക്കാ. JDM മാസ്ഡയുടെ കണ്ട. നൈസ്. റബ്ബർ ടയറോ? അല്ല, ഇത് മെയിൻ ലൈനായിട്ട് ഇറങ്ങിയതാ. ഇത് മെയിൻ ലൈനോ? ആ, ഓക്കെ. പക്ഷെ ഒരു ടയറൊക്കെ ഒരു റബ്ബർ അല്ലല്ലേ? അല്ലല്ല, പ്ലാസ്റ്റിക്. നൈസ്. കണ്ടോ, ഫ്രണ്ട് കണ്ടോ, ഈ ഒരു ഓമ്നി വാൻ പോലെ ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് സ്റ്റോറി കാണുമല്ലോ? ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെജൻഡ് ടൂർ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, അതിൽ വിൻ ചെയ്ത ഒരു വണ്ടിയാണ്. സോ ഇതിപ്പോൾ ഇങ്ങനെ കാർഡായിട്ട് ഇറങ്ങി കാണാൻ പറ്റുവാണെങ്കിൽ കോമ്പറ്റീഷനിൽ ഈ പുള്ളി കണ്ടാന്ന് തോന്നുന്നത്. പുള്ളി ആ കോമ്പറ്റീഷൻ ജയിച്ചപ്പം പുള്ളിയുടെ വണ്ടി അടുത്ത വർഷം ഹോട്ട് വീൽസ് ആയിട്ട് ഇറക്കി. നൈസ്. അത് ലെജൻഡ് ടൂർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം നടക്കുന്നതാണ്. അപ്പോഴുള്ള ഈ വണ്ടി മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് അടുത്ത കൊല്ലം അപ്പോൾ അവർ സ്കാൻ ചെയ്ത് കാസ്റ്റിംഗ് ഉണ്ടാക്കി അടുത്ത വർഷം അവർ പ്രൊഡക്ഷനിൽ ആക്കുന്നു. എല്ലാ സ്റ്റോഴ്സും അവർ വന്ന രീതിയിൽ മറ്റേ സാധാ മെയിൻ ലൈൻ കേസ് അത് വരും. ഓക്കെ, പിന്നീട് ഇത് റീകളറൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വിശദ ഒറിജിനൽ കളർ. ഓക്കെ, വൈറ്റ്. പിന്നീട് ബ്ലൂവിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നൈസ്. ഇത് രണ്ടാമത് ഇറങ്ങിയത് US-ലാണോ അതോ പുറത്ത്? US-ലാണ് പൊതുവെ ഈ ലെജൻഡ് ടൂർ മീറ്റിംഗ് നടക്കാറ് എൻ്റെ അറിവിൽ. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ സമയങ്ങളിലായിട്ട് ഒരു സാറ്റർഡേ നോക്കി അവർ ഈ പരിപാടി നടത്തും. ആ സമയത്ത് ഒരു കാർ ഷോ തന്നെ പറയാം. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനുമാണ്, കാർ ഷോ ആണ്. കുറേ എക്സ്ക്ലൂസീവ് ഹോട്ട് വീൽസ് കിട്ടും, അല്ലാണ്ട് കുറേ ഹോട്ട് വീൽസ് കളക്ടേഴ്സ് നമുക്ക് പരിചയപ്പെടാം. അവരെ നമുക്ക് സെല്ലും ട്രേഡും ബാക്കിയുള്ള ഡീലിങ്സ് ഒക്കെ നടത്താം. നൈസ്. നമുക്ക് ഇതുപോലത്തെ മീറ്റപ്പ് ഇവിടെ വേണം സത്യം പറഞ്ഞാൽ. ഇവിടെ ഇടയ്ക്ക് ഡൈകാസ്റ്റ് വരാറുണ്ട്, പക്ഷേ ഹോട്ട് വീൽസിൻ്റെ അതുപോലെ ഞാൻ കാണാറുണ്ട്. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി കണ്ടിട്ട് ഒരു വോൾസ്വാഗൻ ബീറ്റിലൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഇതൊരു റാലി ടൈപ്പ് ആവുന്ന ഒരു ട്രക്കാണ്. പഴയതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട് ഇതിന്. ഓക്കെ, പക്ഷേ ഇതിന് പ്രത്യേകതയുണ്ട്. എന്താ? ഇതിൻ്റെ അടിവശം നോക്കണം, അത് കാണാം. യു ക്യാൻ സി മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യ. ഹോട്ട് വീൽസ് ഒരു സമയത്ത് ഇന്ത്യയിലും ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് ആ സമയത്ത് അറിയത്തില്ല. ഇത് 1980s അങ്ങനെയാണെന്ന് തോന്നുന്നത്. ആ സമയത്തൊക്കെ ഇന്ത്യയിലും ഹോട്ട് വീൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണല്ലോ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ഭയങ്കര ഒരു ഇതാത് ഗൂസ് ബംസ് വരുന്നു. ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരി പേട്രോട്ടിക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. ഇത് നൈസ് കേട്ടോ. ഇത് ഭയങ്കര
അതെന്ത് ഇത് അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള സ്റ്റോറി എന്താ? ലൈക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അവര് ഹോട്ട് വീൽസ് പല കൺട്രീസിലായിട്ട് അവർ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കറന്റ് തായ്ലാൻഡിലല്ലേ. അപ്പൊ അതിനു മുമ്പ് അവർ ട്രയലായിട്ട് പലയിടത്തും പല സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയിട്ടുണ്ടാവും. ഇപ്പം തായ്ലാൻഡ് ഉള്ളതിൽ ഏറ്റവും ചീപ്പറോ അങ്ങനെ കാരണങ്ങളുണ്ടായിരിക്കും അവിടെ തന്നെ ഇപ്പോഴും മാറ്റാണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പം ശരിക്കും ഞങ്ങൾ നിന്ന് മടുത്തു, കാരണം അത്രയധികം വണ്ടികളുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ അവസാനം ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ അകത്ത് 2 ലാൻഡ് ക്രൂസേഴ്സ് കണ്ടു. അപ്പം അടിപൊളി വണ്ടിയാണ്. അപ്പം ബ്രോ പറ. ഈ ലാൻഡ് ക്രൂസർ രണ്ടും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ ഒരേ ടൈപ്പ് കളറാണ്. അത് ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈനിൽ ദെന്നോ എന്ന് പറഞ്ഞൊരു സീരീസിൽ ഇറങ്ങിയതുമാണ് ലാൻഡ് ക്രൂസേഴ്സ്. അപ്പോൾ ഇത് പഴയ ദെൻ എന്നുള്ള ലാൻഡ് ക്രൂസർ, ഇത് നൗ എന്നുള്ള കുറച്ചും കൂടെ പുതിയ ലാൻഡ് ക്രൂസർ. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതൊരു ട്രഷർ ഉണ്ടല്ലേ? അത് തന്നെ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അത് കാർഡായിരുന്നെങ്കിൽ കാർഡിൽ ഞങ്ങൾക്ക് എഴുത്ത് കാണാമായിരുന്നു. ഇതിപ്പം ഈ കാറയിൽ ഈ ബെഡിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ ചെറിയ ഫ്ലെയിം കാണാം, ഒരു ഗ്രേ ഫ്ലെയിം സർക്കിളിൽ. അത് ട്രഷാണ്ടിൻ്റെ ചിഹ്നം. അപ്പോൾ ഇത് ട്രഷാണ്ട് ലാൻഡ് ക്രൂസറും കൂടിയാണ്. നൈസ്. 2 അടിപൊളിയായിട്ടുണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഇത് പ്രീമിയം അല്ലേ നമ്മുടെ ഈ ഇരിക്കുന്ന ഇത് ഇത് മെയിൻ ലൈൻസ് അല്ലേ? ഓ അടിപൊളി. മൊത്തം മെയിൻ ലൈൻസും നല്ല രസമുണ്ട് കേട്ടോ. ഇതുവരെ പ്രീമിയം ലാൻഡ് ക്രൂസർ ഇറങ്ങിയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കൊരു മെയിൻ ലൈൻ ആണോ തന്നത് ലാൻഡ് ക്രൂസർ? സെയിം സാധനം ഇത്. ഓ സെയിം തന്നെയാണോ? ഓ നൈസ്. ബ്രോയ്ക്ക് രണ്ടാമത്തെ നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ലാൻഡ് ക്രൂസർ, എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്തേക്കുന്ന കുറച്ച് പോർഷെ സീരീസാണ്. അപ്പോൾ പോർഷെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓഫ് റോഡ് പോർഷേഴ്സും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിഡ് ലൈനും മെയിൻ ലൈൻസും ഉണ്ട്. ഇത് ഏതാ? അതൊരു മിഡ് ലൈനാണ്. അവിടെ US ടാർഗറ്റ് എക്സ്ക്ലൂസീവായിട്ട് അൾട്രാ ഹുഡ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങും, അതിലിറങ്ങിയ പോർഷെയാണ്. ഇത് മിഡ് ലൈനാണ്, അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്രത്യേകതരം പെയിൻറ്റ് ജോബ് അലോയ്സും ഭയങ്കര രസമുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ പ്രീമിയത്തിന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിനും മെറ്റൽ ബേസാണ്. ഓ ഏത് മെയിൻ ലൈനിൻ്റെ അകത്ത്? ഈ മിഡ് ലൈനിന് പ്രീമിയം പോലെ തന്നെ ഇത് മെറ്റൽ ബേസ് ആയിട്ട് ഈ മിഡ് ലൈൻ ഇറങ്ങിയേക്കാം. ചില മിഡ് ലൈൻസ് ഒക്കെ മെറ്റൽ ബേസ് ആയിട്ട് ഇടും. ഓക്കെ നൈസ്. പിന്നെ അതുപോലെ തന്നെ ഓഫ് റോഡ് അത് ഭയങ്കര രസമാണ്. ഞാൻ കുറേ ആഡ്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വണ്ടി. അതിപ്പോൾ ഒരെണ്ണം ഇത് ഭയങ്കര രസമുണ്ട് ഫ്രണ്ടിലാണ്. ശരിക്കും ഇതൊരു ഡെസേർട്ട് ഡ്രൈവ് ആയിട്ട് ഇവർ യൂസ് ചെയ്തിട്ടില്ലേ? ഇത് എന്താ ടൈപ്പ് കോമ്പറ്റീഷൻ? അതെല്ലാം മറ്റേ ഈ റാലിയും ഓഫ് റോഡൊക്കെ വരുമ്പോഴാണ്. ഇത് സഫാരി, പോർഷെ 914 സഫാരി ആണ്. ഇത് പോർഷെ 928 സഫാരി. അപ്പോൾ രണ്ടും സഫാരി വെഹിക്കിൾസ് തന്നെയാണ്. ഓക്കെ. രണ്ട് സമയങ്ങളിൽ. അടിപൊളി. പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടെ പോർഷേഴ്സ്. ഇതൊരു റാലി പോർഷയാന്ന് തോന്നുന്നല്ലേ? ഒരു 911 ഒരു ടൈപ്പ് കരേരസ് ആണോ അത്? കരേര അല്ലായിരിക്കാം, അത് വെറും 911 ആണോ കാണിക്കുന്നത്? പോർഷെ 911 2017 അതിലെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു വിൻറ്റേജ് പോർഷെ. ഇതൊരു റേസിംഗ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്, ഡീറ്റെയിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മെയിൻ ലൈൻ പോർഷേഴ്സ് ഉണ്ട്. ഇത് ഏതൊക്കെയാണ്? ഇതൊരു വിൻറ്റേജ് പോർഷെ 911. ഓക്കെ. ഇതും പോർഷയുടെ കരേരയാണോ എന്നൊരു സംശയം. സോറി, കരേരല്ല, കെയ്മന ബ്ലാക്ക് കെയ്മൻ. ഇതൊരു പോർഷെ. അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്, ഭയങ്കര രസമുണ്ട്. ഇത് 944 ടർബോ ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ, അതിന് നോക്കുവാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ പെയിന്റ് അടിച്ച് വെച്ചിട്ടുമുണ്ട്. ഞാൻ ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്നത്, എനിക്കറിയത്തില്ല അതെന്തുകൊണ്ട് അങ്ങനെ. ചിലപ്പോൾ എന്തെങ്കിലും ഹിസ്റ്ററി കാണുമോ? തീർച്ചയായിട്ടും അതിന്റെ പുറകെ ഹിസ്റ്ററി കാണാം. അവരെങ്ങനെ വെറുതെ അങ്ങനെ ഇടത്തില്ലല്ലോ. ചിലപ്പോൾ ഒരു ഡോക്ടർ റൈസർ ഒരു സ്റ്റെതസ്കോപ്പ് ആണ് അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഡോക്ടറിന്റെ ആയിരിക്കും ഡെഫിനറ്റ്ലി. പിന്നെ ഇതൊരു പോർഷെ. ഇത് നമ്മുടെ ടൈക്കൻ ടർബോസ്. പോർഷെ ടൈക്കൻ ടർബോ. അത് പുതിയ ഷേപ്പ് അല്ലേ? അത് പുതിയൊരു ടൈക്കനാണ്. എനിക്ക് ടർബോസ് അതന്നെ. നല്ല മേ ബി ഇലക്ട്രിക് ആണോ അറിയത്തില്ല. ഒരു 4 ഡോർ പോർഷെ. ഓക്കെ. ഫാമിലിക്കാരായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ ഹോട്ട് വീൽസ് നമ്മളിവിടെ മേശപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ സെഗ്മെൻറ്റ്സ് ബ്രോ? എല്ലാം മെയിൻ ലൈൻസ് ആണോ? ഇതിൽ മിക്സാണ് സത്യം പറഞ്ഞാൽ. ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻസ്, മാച്ച് ബോക്സ്, ഇടയ്ക്ക് കുറച്ച് മൂവിങ് പാർട്സ്, ഈവൻ ജേഡ അഥവാ മെജോറിറ്റിയുടെ സ്കെയിലുണ്ട്. ഓക്കെ. പിന്നെ അതൊന്നും ഇല്ലാത്ത ഒരു മാനുഫാക്ചറിൻ്റെ 164 സ്കെയിലുള്ള ടാങ്ക് വരെ ഉണ്ട്. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ ഒരു ടാങ്ക് ഉണ്ടോ, മൂവിങ് ടാങ്ക്, കറക്റ്റ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് മാനുഫാക്ചർ ആണെന്നുള്ള നമുക്ക് അറിയത്തില്ല, പക്ഷേ കണ്ടപ്പോൾ നല്ല മെറ്റൽ ഇത് കേട്ടോ. അത് ഡൈക്കാസ്റ്റാണ്. അടിപൊളി, സംഭവ രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏതാ വണ്ടി? ഇത് ഫാസ്റ്റ് ആംബുലൻസിലുള്ള ഒരു ഷെവലെ SS കണ്ടാന്ന് തോന്നുന്നത്.
അതൊരു മസിൽ കാറാ. ഇപ്പോൾ ഹോട്ട് വീൽസിൻ്റെ ഇടയ്ക്ക് ഒരു മൂവിങ് പാർട്സ് പോലെ ഉണ്ടായിരുന്നു. പണ്ട് ഇറങ്ങിയ കാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹുഡ് ഓപ്പണബിളാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉള്ളൊരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു പേര് അടിക്കുന്നില്ല, നല്ലൊരു മസിൽ കാറാണ്. അപ്പം ഹോട്ട് വീൽസ് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെ മൂവിങ് പാർട്സ് വരത്തുള്ളൂ. ഓക്കെ, ഭയങ്കര റയർ കേട്ടോ. ഷേപ്പാണല്ലോ, രസമുണ്ട്. ഇത് ശരിക്കും റിയൽ കാറിന്റെ ഇൻസ്പയർഡ് ആയിട്ടല്ല, ഇതെല്ലാം റിയൽ കാഴ്സാ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഉള്ള ഒരു വണ്ടിയാണത്. ഓക്കെ, അല്ലാണ്ട് മുമ്പ് ഹോട്ട് വീൽസ് അതിന് മുമ്പ് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ അല്ലേ? ഇതൊരു മിനി കൂപ്പറാണ്, മാച്ച് ബോക്സിൻ്റെ. അത് എന്തെങ്കിലും ഓപ്പൺ ആണ്? ഇല്ല സാധാ എന്താ പറയാ, മാച്ച് ബോക്സിന് ഒരു സെറ്റായിട്ട് ഇറക്കിയായിരുന്നു. മിനി കൂപ്പറിന്റെ ഒരു സെറ്റ് ഉണ്ട്. അതും പിന്നെ വണ്ടി ചിലപ്പോൾ മറ്റാനായിരിക്കും. ഇതൊരു എൽ സി അല്ലേ? അത് ബ്രോങ്കോ. ബ്രോങ്കോ. ഞാൻ ബാക്കിൽ നിന്ന് നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മെയിൻ ലൈനാണെന്ന് തോന്നുന്നു. മെയിൻ ലൈൻ ഒരു 5 പാക്കിനകത്ത് വന്നു ആ കളർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടയറൊക്കെ മൊത്തം ബ്രൗൺ ആയിരിക്കുന്ന ഓഫ് റോഡ്. ഓക്കെ, ഞാൻ കുറേ നാളായിട്ട് സ്കൂബിഡോൻ്റെ വണ്ടി നോക്കി നടക്കുക. സ്കൂബിഡോൻ്റെ വാനല്ലേ? അത് ഉണ്ട്, ഹോട്ട് വീൽസിൻ്റെ ഉണ്ടെന്നാണ് വിശ്വാസം. ഓക്കെ, പക്ഷേ ഇതുവരെയായിട്ട് എൻ്റെ കളക്ഷന് വന്നിട്ടില്ല. ചിലപ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ ഒരു മെയിൻ ലൈൻ ആയിട്ടോ എല്ലാവരും ഇറക്കുമായിരിക്കും. അത് ഇതിനകത്ത് വേറെ ഇനി റെയർ ആയിട്ടുള്ള ഏതാ പറയാനുള്ള? എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹോണ്ട S2000 നല്ല JDM കാറാണ്. ഈ പണ്ടിറങ്ങിയത് കളറല്ല. ഓക്കെ, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ, നൈസാ. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഏതാ വണ്ടിയുള്ള ബ്രോ? ഒരു വാൻ ഉണ്ടല്ലോ, വാനാണോ ട്രക്കാണിത്? ട്രക്ക് വരാം. അതായത് 2 കളറുകളായിട്ടുണ്ട്, സെയിം കാസ്റ്റിംഗ്. ജീപ്പിൻ്റെ ഒരു ട്രക്ക് വരാം. ഓ നൈസ്, ബ്ലൂ ആൻഡ് പിന്നെ ഒരു ഗ്രേ പോലെ. ഇത് മെയിൻ ലൈനിൽ വന്നേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് മെയിൻ ലൈനായിട്ട് വന്നേക്കുന്നത്. രണ്ട് ഐ മീൻ ഒരേ സമയത്ത് വന്നു. രണ്ട് ബോക്സുകളായിട്ട് 2 കേസുകളായിട്ട് ഒരു റീകളറായിട്ടും വരാം. ഓക്കെ, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് അത് ആ മിനി കൂപ്പർ സെറ്റിലുള്ളൊരു വണ്ടിയാണ് കണ്ടത്. മാച്ച് ബോക്സിൻ്റെ. മാച്ച് ബോക്സിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇത് വണ്ടിയാ? അതൊരു മസിൽ കാറാണ്. നൈസ്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇത് ഹോട്ട് വീൽസ് തന്നെയാണല്ലോ? ഹോട്ട് വീൽസ്. രണ്ടൊരു വിൻറ്റേജ് കാർ അവിടെ കിടപ്പുണ്ടല്ലോ. ഏതാ അവിടെ നോക്കുന്നത്? 2. അത് ഒരു ആക്ച്വൽ വിൻറ്റേജ് കാറുമാണ്. എന്നാൽ അത് എന്താ പറയുക, ന്യൂ ഓൾഡോ അല്ലെങ്കിൽ സംഭവം. ഞാൻ ഈയിടെ പൊട്ടിച്ച ഒരു വിൻറ്റേജ് കാർഡ്, അത് ഒരു വിൻറ്റേജ് സെറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പൊട്ടിച്ച ഒരു കാർ. ഹോട്ട് വീൽസ് അല്ലേ? ഹോട്ട് വീൽസ് തന്നെ, പക്ഷേ നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പൊട്ടിച്ചോളൂ. വിൻഡ് കണ്ടീഷൻ ഇരിക്കുന്നത് വിൻറ്റേജ് കാറാണ്. ഓ നൈസ്. അതേതോ ഫോർഡിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നത്. രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ വേറൊരു വണ്ടി നോട്ടീസ് ചെയ്താൽ, ഇത് ഏതാ വണ്ടി? അതൊരു JDM ഡാറ്റ്സൻ്റെ ഒരു വണ്ടി. അതൊരു മിഡ് ലൈനാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ലെജൻഡ് ടൂറിന് പോയപ്പോൾ കണ്ടതാണ്. ഇതുവരെയായിട്ടും രണ്ടാമതൊരു കളറിലൊന്നും ഈ കാസ്റ്റിംഗ് ഇറങ്ങിയിട്ടില്ല. സോ സ്റ്റിൽ വെയിറ്റിംഗ് വേറെ കളർ കിട്ടാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല പക്ക ഡീറ്റെയിലിങ്, നല്ല ബ്ലാക്ക്. ഇത് പിന്നെ അതുപോലെ തന്നെ ഇതൊരു നല്ല അടിപൊളി വാഗണാണ്. ഇതിനൊരു ഫൺ ഫാക്റ്റ് ഉണ്ട്, ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. പക്ഷേ അത് കിടുക, ഇതിന് പട്ടി പുറത്ത് നിൽക്കുന്നുണ്ട്. പുറത്തൊരു പട്ടി. അപ്പോൾ US-ലൊക്കെ ആണെങ്കിൽ ഇതുപോലെ വാഗൻസൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ പട്ടികളിങ്ങനെ വെക്കാറൊക്കെ ഉണ്ട്. അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊരു മിഡ് ലൈനുമാണ്, മെറ്റൽ ബേസുമാണ്. ഓ നൈസ്. അടിപൊളി കേട്ടോ, നല്ല കാസ്റ്റിങ്, നല്ല രസമുണ്ട്. പട്ടിയൊക്കെ ഉണ്ട് ചോദിക്കും. പക്ക സ്റ്റേഷൻ വാഗൺ. പിന്നെ അതേണ്ട ഇത് എനിക്കൊന്ന് ഇതൊക്കെ ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. സിൽവറാഡോ ഓഫ് റോഡ് വണ്ടി, ബ്ലാക്കിൽ നല്ല ഡിസൈനാണ്. പിന്നെ അതുപോലെ തന്നെ HKS-ൻ്റെ ആണ്. അത് നമ്മൾ അത് ഞാൻ ഈ ഞാനിപ്പോൾ ഇവിടെ കണ്ടായിരുന്നു. രണ്ട് ഏകദേശം ഒരു സെയിം പോലെ ഉണ്ട്. അത് സിൽവറാഡോ, ഇത് ഫോർഡാ അല്ലേ? റാപ്റ്റർ ആണല്ലോ എനിക്ക് തോന്നുന്നു. റാപ്റ്റർ അല്ല, F-150 അല്ല, വേറൊരു മോഡൽ. ഫോർഡ് റേഞ്ചർ റേഞ്ചർ F-150 അല്ല. ഇത് രണ്ടും നല്ല അത്യാവശ്യം അടിപൊളിയാണ് സാധനം. അതാണ് ബെൻലിയുടെ ഒരു ഇത് മാച്ച് ബോക്സിൻ്റെ. ഇതായിട്ട് ഇങ്ങനെ ഹോൾ ബീസ് ഇറക്കിയിട്ടില്ല. ഇതൊരു മാച്ച് ബോക്സിൻ്റെ ഒരു വണ്ടി എടുപ്പുണ്ട്. പിന്നെ അത് വേറെ സ്കൈലൈൻ, നമ്മൾ നേരത്തെ കണ്ട പ്രീമിയത്തിൻ്റെ മെയിൻ ലൈൻ വെർഷൻ. ഓ പ്രീമിയത്തിൻ്റെ മെയിൻ ലൈനോ? ഓക്കെ. രണ്ട് ലിബർട്ടി വാക്ക് എഡീഷൻ ആണല്ലോ. നല്ല രസമുണ്ട്, നല്ല ഡീറ്റെയിലിങ്. പിന്നെ മെജോറിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മൂവിങ് പാർട്സും ഉണ്ട്. ഇതുണ്ട്, സസ്പെൻഷൻ ഉണ്ട്, സ്പ്രിങ് വെച്ചിട്ട്. ഓ അതായത് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ തള്ളി നോക്കാം.
ഇത് സസ്പെൻഷൻ ഭയങ്കര അടിപൊളിയാണ്. കറക്റ്റ് ഒരു മൂവിങ് ഉണ്ട്. ഇത് ഹുഡ് ഓപ്പൺ ആണ്. ഓ അടിപൊളി. ഇതുണ്ടോ, ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിലത്തെ ലൈറ്റ്സും ഇതെല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഒരു ചെറിയ ഇത്രയും ഒരു നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതിൻ്റെ അകത്താണ് ഈ ഒരു വണ്ടി ഫുള്ള് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഭയങ്കര അത്ഭുതമാണ്. ഇതേ വേറൊരു സ്കൈലൈനാണ്. ഇത് ആൾക്കാർക്ക് ഇതൊരു സ്കൈലൈനാണ്. ഈ സ്കൈലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എല്ലാം GTR തന്നെ ആവണമെന്ന്. വേറൊരു സ്കൈലൈൻ രസമുണ്ട്. പിന്നെ ഔഡി ക്വാട്രോ. ദുൽഖർ ഒരു പുതിയതായിട്ട് ചെയ്തതിൻ്റെ അത് ഈ ഒരു വണ്ടിയാണോ? ഞാൻ കണ്ടില്ല. ഓക്കെ. ഇതൊരു ലാംബോർഗിനി. നോർമലി സംസാരിക്കുന്നത് ഇത് ലാംബോർഗിനിയുടെ ഒരു പാക്കിൽ വന്ന കളറാണ്. ഇങ്ങനെ മെയിൻ ലൈനായിട്ട് വന്നപ്പോൾ ഓറഞ്ചിലായിരുന്നു. സെയിം കാസ്റ്റിംഗ് അവരൊരു 5 പാക്കിലോ 5 പാക്കല്ല 20 പാക്കിലോ 9 പാക്കിലോ അങ്ങാണ്ട് അങ്ങനെ വരും. മറ്റേ ബോക്സിലില്ല ഇങ്ങനെ അതിനകത്ത് വന്നൊരു കളറാണ്. ഇത് ലാംബോർഗിനിയുടെ CN. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോട്ട് വീൽസ് ഫുള്ള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാം മെയിൻ ലൈൻസ് ആണ്. ഏത് വണ്ടി നോക്കണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്, കാരണം എല്ലാം കിടിലൻ വണ്ടിയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് 1 2 ഇതിനകത്ത് ഒരു റോൾ ഗേജോ എന്താ അടിച്ചേക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഫുൾ രീതിയിൽ പക്ക ഡീറ്റെയിൽ ചെയ്തേക്കുന്നൊരു വണ്ടിയുണ്ട്. എനിക്കൊന്നൊരു മൂവി തീം ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പോലീസ് വാനുണ്ട്, ഷെവർലയുടെ ആണെന്ന് തോന്നുന്നു. കുറേ വണ്ടികളുണ്ട് കേട്ടോ, കുറേ കിടിലൻ കളക്ഷൻസ്. അപ്പം ഈ ഒരു കളക്ഷൻസ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വണ്ടി കാണിക്കാം. അപ്പം അത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പം ഹോട്ട് വീൽസ് എല്ലാം കൂടെ നമ്മളെപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ 1/64 സ്കെയിലാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്ന ഹോട്ട് വീൽസിൻ്റെ 1/43 സ്കെയിലാണ്. അപ്പം ഇത് കിടിലൻ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ, ഭയങ്കര നൈസായിട്ടാണ് ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ്സും ഫ്രണ്ടിലത്തെ ലൈറ്റ്സും എല്ലാം സാധാരണ സ്റ്റിക്കേഴ്സാണല്ലോ പ്രീമിയത്തിൽ വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു ഗ്ലാസ് ഫിനിഷ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു കേസും വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് കേസ്. നല്ല അടിപൊളി ഡീറ്റെയിലാണ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 1 2 3 വണ്ടിയുണ്ട് സ്കൈലൈൻ R34. കാരണം ഇത് അത്യാവശ്യം റെയർ ആയതുകൊണ്ട് ഞാൻ 3 വണ്ടിയും മേടിച്ചിട്ടുണ്ട്. നല്ല കിടിലൻ ഡീറ്റെയിലാണ്. അപ്പം പിന്നെ അതിനുശേഷം നമുക്ക് വരാൻ പോകണമെന്ന് വെച്ചാൽ അതിനുശേഷം നമുക്ക് ബുക്കാട്ടിയുടെ ചിറോൺ ഇതിൻ്റെ അകത്തുണ്ട് 2. പിന്നെ ഇതെല്ലാം പ്രീമിയം സെഗ്മെൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ സ്കൈലൈൻ GTR R34ൻ്റെ LBWKയുടെ ഇതാണെന്ന് തോന്നുന്നു. ഇത് ഗ്രാൻഡ് ടൂറിസ്മോയുടെ വേർഷൻ ആട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഡീറ്റെയിലിങ് ഉണ്ട്. ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് കേസ് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു 1/18 സ്കെയിലുണ്ട് കയ്യിൽ, നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 1/18 സ്കെയിൽ പൊട്ടിക്കുകയാണ്. നമുക്ക് ഗ്യാരേജ് കൊണ്ടുപോകാം. നമ്മുടെ ഒരു ഗ്യാരേജ് ഉണ്ട്, അതിൽ പ്ലേസ് ചെയ്യാം. ഉണ്ട്, ഇത് ഫെറാറിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഡീറ്റെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എനിക്കൊന്ന് ബോണറ്റ് വെക്കാൻ പറ്റും. ഡോർസ് ഓപ്പണബിളാണ്. ഇൻറ്റീരിയേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡിക്കി തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു പോസിബിൾ അല്ലെന്ന് തോന്നുന്നു. ഡിക്കിയല്ല, എൻജിൻ ബേ ആണ് ഇതിൻ്റെ, കാരണം ബാക്കിലാണ്, റിയർ എൻജിനാണ്. രണ്ട് ആൻസോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഈ ഒരു വണ്ടി. കുറച്ച് പൊടി ഇതൊക്കെ ഒരു റെസ്റ്റിക് ലുക്ക് ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കുമ്പോൾ വണ്ടി കിടു ലുക്കായിരിക്കും. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഒരു ക്ലാസിക് വണ്ടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ബെൻസിൻ്റെ ആണല്ലോ, നോട്ടെ. അടിപൊളി. കിടലിനൊരു വണ്ടിയാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ.
ഇത് ഓപ്പണബിൾ ആണോ എന്ന് തോന്നുന്നില്ല, പക്ഷേ ഫ്രണ്ട് ബോണറ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻജിൻ ബേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റ് ഹോട്ട് വീൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ 1961 ഷെവി കമാറോയാണ്. അപ്പോൾ അപ്പോൾ കറക്റ്റ് ഒരു ഓഫ് റോഡ് സ്പെക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല കിട്ടിലും ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ പോർഷൻ 911 കരേര, ഇതും ഒരു പ്രീമിയം സെഗ്മെൻറ്റാണ്. നല്ല കിട്ടിലും ഡീറ്റെയിലാണ്. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ബോക്സ് പൊട്ടിക്കാൻ നമുക്കൊരിക്കലും തോന്നത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ലൂസ് കാസ് മേടിച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ മെക്ലാരൻ, അത് അടിപൊളിയാണ് സാധനം. അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടും സാധനം തീരുന്നില്ല. അപ്പോൾ നമ്മളിനി അടുത്തത് കുറച്ച് മെയിൻ ലൈൻസ് ആണ് അൺബോക്സ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് പെട്ടി തുറക്കാം. ഇതിനകത്ത് തട്ടായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് വൺ നിസാൻ്റെ 300 CX വെച്ചിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ അടിപൊളി കേട്ടോ. പ്രീമിയം, ഇത് പ്രീമിയം കേട്ടോ, മെയിൻ ലൈൻ അല്ല, ഇത് പ്രീമിയമാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വൗ, ഹോൾഡൻ ടൊറോണ. ചില വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ സംഭവം നൈസായിട്ട് നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഈ കാർഡ് എപ്പോഴും ചുളിഞ്ഞോ അല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാറിൻ്റെ വാല്യൂ പോകും. അതുകൊണ്ട് എപ്പോഴും ഇതുപോലത്തെ ബോക്സസിലാണ് ആൾക്കാർ വെക്കുന്നത്, കാരണം കാർഡ് സേഫ് ആക്കാൻ വേണ്ടി. അടുത്തത് നമുക്ക് എടുക്കാം. ഇത് മെയിൻ ലൈനാണ് കേട്ടോ, പക്ഷേ അത്യാവശ്യം റെയർ ആയിട്ടുള്ള ഒരു മോഡലാണ്. വാഗണാണ്, വാഗൺ സ്റ്റേഷൻ വാഗൺ പോലത്തെ ഒരു മോഡലാണ്. നോവ വാഗൺ. അടുത്തത് നോവ വാഗൺ, വീണ്ടും നമ്മുടെ കയ്യിൽ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഇരിപ്പുണ്ട്. നമ്മൾ 3 എണ്ണം അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഈ സെയിം സാധനം തന്നെ. കളേഴ്സ് പക്ഷേ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ കളേഴ്സ് സെയിം ആയിരുന്നു. അടുത്തൊരു മൂവി ഓറിയൻറ്റഡ് തീം ബേസുകൾ കാറാണ്. ജൗസ്, ഷെവിയുടെ ഒരു ജീപ്പ് പോലത്തെ ഒരു മോഡലാണ്. പിന്നെ ജുറാസിക് വേൾഡിൻ്റെ ഒരു ബസ്സുണ്ട്. അടുത്തൊരു ബാറ്റ് മൊബൈൽ ഉണ്ട് കേട്ടോ. സംഭവം നല്ല ഡീറ്റെയിലിംഗ് ആണ്, കാണാനും ഭയങ്കര ലുക്കാണ്. ഈ ഒരു മോഡൽ, ഈ ഒരു പ്രീമിയം കാർഡ്സ് വരുമ്പം സംഭവം നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമ്മൾ വേർത്ത് ദ മണിയാണ്. കാരണം ആ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ള സംഭവം ഉണ്ട് വണ്ടിയിൽ, മെയിൻ ലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തത് ജെയിംസ് ബോണ്ടിൻ്റെ കാറ്, ടൊയോട്ട 2000 GT റോഡ്സ്റ്റർ. അടിപൊളിയാണ്, മൂവി ഓറിയൻറ്റഡ് കാറാണ്. നല്ല രസമുണ്ട്. ആ ഒരു കാർഡും ഈ ഒരു കളക്ടേഴ്സ് കാർഡായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. അടുത്തൊരു കളർ ഷിഫ്റ്റാണ്. ഇനി നമ്മുടെ ഇത് നോക്കട്ടെ. സ്പീഡ് മെഷീൻ 4 GT, നല്ല രസമുണ്ട്. മാസ്റ്റ, അതും അടിപൊളിയാണ്, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പീഡ് മെഷീൻ തന്നെ പഗാനി. നല്ല കിട്ടു ഡീറ്റെയിലിംഗ് ആണ് പഗാനിക്ക്. ഇനി പ്ലിമുത്ത് ഡസ്റ്റർ, ഒരു റാലി കാർ ഓറിയൻറ്റഡ് പോലത്തെ ഒരു കാറാണ്. കിട്ടുന്ന ലംബോർഗിനിയുടെ ഒരു വണ്ടിയാണ്, നല്ല നൈസ് ഡീറ്റെയിലിംഗ് ആണ്. ഫോർഡ് എസ്കോട്ട്. നമ്മൾ ഈ ഒരു അൺബോക്സിങ് ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മണിക്കൂറായി, ഇതുവരെ സാധനം തീർന്നിട്ടില്ല. പോണ്ടിയാക്ക്, ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. കാണാൻ നല്ല രസമുണ്ട്. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു BMW ഒരു ലുക്ക് ഉണ്ടായിരുന്നു. പോർഷൻ 911 GT3 കിടു സാധനം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഹോട്ട് വീൽസ് ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ പലരും ഓർക്കും എന്തിനാണ് ഇത്രയധികം വണ്ടികൾ മേടിക്കുന്നതെന്ന്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു 15-20 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ലിമിറ്റഡായിട്ട് കാണാൻ പോകുന്ന ഒരു ബ്രാൻഡായിരിക്കും ഈ ഹോട്ട് വീൽസ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടികളുടെ വില നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു സമയത്ത് എനിക്ക് അറിയത്തില്ല എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ വണ്ടികൾക്കൊക്കെ നല്ല ഡിമാൻഡായിരിക്കും ആ ടൈമിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഹോട്ട് വീൽസ്. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയധികം ആളുകളാണ് ഈ ഹോട്ട് വീൽസ് കളക്ട് ചെയ്യുന്നതെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറുവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മെയിൻ ലൈൻസ് ആണ്. പക്ഷേ മിഡ് ലൈനും പ്രീമിയം ലൈനും തരുന്ന ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അത് വേറൊന്ന് തന്നെയാണ്. പക്ഷേ പൈസ ഇച്ചിരി കൂടിയാലും ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല. എൻ്റെ ലൈഫിൽ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 15 വർഷം ആവാറായി. ഞാൻ ആദ്യമായിട്ട് ഈ ഹോട്ട് വീൽസ് കാണുന്നത്
കോയമ്പത്തൂരിലെ ഒരു ബിഗ് ബസാർ മോളിൽ വെച്ചാണ്. അവിടെ വെച്ച് ഒരു കുഞ്ഞൻ ബീറ്റിൽ കണ്ടു. അതിൻ്റെ പ്രൈസ് ഏകദേശം 110 രൂപയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരധികം റിഗ്രറ്റ് ഉണ്ട്. ഞാൻ കണ്ട കുറേ അധികം റെയർ മോഡൽസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പം ഭയങ്കരധികം ഡിമാൻഡും. അന്ന് ഞാൻ മേടിച്ച ആ 120 രൂപയുടെ ഹോട്ട് വീൽസ് ഇപ്പോഴും എൻ്റെ കളക്ഷനിലുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വണ്ടി, എൻ്റെ ഹോട്ട് വീൽസ്. അടിപൊളി കളക്ഷൻസ് കേട്ടോ. കണ്ടിട്ട് അവസാനം പ്രാന്ത് പിടിക്കുന്നത് ഏതാ വണ്ടിയുടെ പേര് പോലും മറന്നു പോവുക. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയധികം ഹോട്ട് വീൽസ് കാണുന്നത്. സാധാരണ പോകുന്ന കടകളിലൊക്കെ മിക്കപ്പോഴും ഫാൻറ്റസീസ് ആയിരിക്കും, പിന്നെ മിഡ് ലൈൻസ്, മെയിൻ ലൈൻസ് ആയിരിക്കും. പക്ഷേ ഇത് കുറേ മിഡ് ലൈൻസും പ്രീമിയം ലൈൻസും എല്ലാം ഉണ്ട്. കിട്ടുന്ന സാധനമാണ് എല്ലാം. പിന്നെ അതുപോലെ മാഷ് ബോക്സിൻ്റെ കുറേ അടിപൊളി കാസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നല്ല കിട്ടുന്ന ഡീറ്റെയിലാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയധികം കളക്ഷൻസ് ഉള്ള വണ്ടികൾ മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു 5-8 വർഷമെങ്കിലും മിനിമം വേണം. ഇത് മൊത്തം എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇനി ഇഷ്ടം പോലെ വണ്ടികൾ കിടക്കുക. ഒരു പെട്ടിയും കൂടെ ഉണ്ട്. ഈ ഒരു വണ്ടിയെല്ലാം നമുക്ക് ഇനി നമ്മുടെ ഗെയിമിംഗ് റൂമിൽ പോയി കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അപ്പം ബാക്കി വണ്ടികൾ നമുക്ക് അവിടെ പരിചയപ്പെടുത്താം, ഹോട്ട് വീൽസ്. അപ്പോൾ ഇനി ഒരു ബോക്സും ഒരു പെട്ടിയും കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? നല്ലതായിരുന്നു, പക്ഷേ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. നമ്മളെല്ലാം അൺബോക്സ് ചെയ്താണല്ലോ. ഒരു മിനിറ്റ്. സംഭവം എനിക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, പക്ഷെ പറയാത്ത 1-2 സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നേ. ഓക്കെ. സോ ബ്രോയ്ക്ക് അറിയാവോന്ന് അറിയത്തില്ല. ഈ കാണുന്നതെല്ലാം അടിപൊളി ട്രഷർ ഹൺസാണ്. ഓ, റെഗുലർ ട്രഷർ ഹൺസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഒന്ന് അതി സിമ്പിൾ. കസിനാന്ന് പറഞ്ഞ് മാറ്റി വെച്ച അത് ബ്രോയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ട്രഷർ ഹണ്ട. അപ്പോൾ അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ പറഞ്ഞുതരാം ട്രഷർ ഹണ്ടാന്ന് എങ്ങനെ പറയുന്നതെന്ന്. ഒന്ന്, ഈ തീ പ്ലെയിൻ്റെ ഇപ്പോൾ വിങ്ങിൽ തന്നെ ആ തീ ഒരു ഓറഞ്ച് തീ സർക്കിളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ട്രഷർ ഹണ്ടിൻ്റെ മാർക്കാണ്. അതിന് അത് പോരാഞ്ഞിട്ടും പുറകെ കാണിക്കും. അവിടെ എഴുതിയിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ് എന്തോ എഴുതിയിട്ടുണ്ട്. ആ സെയിം തീ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ കാണിക്കും. സൂപ്പർ ട്രഷർ ഹണ്ടായിട്ട് വ്യത്യാസമുണ്ട്. അത് വേറൊരു ഓറഞ്ച് തീയൊക്കെ കാണിക്കുന്നത്. അത് പിന്നെ ഒരു ദിവസം ചാൻസ് കൊടുക്കാൻ കാണിക്കാം. ഇത് റെഗുലർ ട്രഷർ ഹൺസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാം ട്രഷർ ഹൺസാണ്, ഓരോരോ സെറ്റുകളിൽ വന്നതായിട്ടുള്ള. ഇതൊക്കെ ഏത് ഇയറിലായിരുന്നു ശരിക്കും? കഴിഞ്ഞ 2 വർഷത്തിനുള്ള പല കേസുകളിലായിട്ട് വന്ന സാധനങ്ങളാണ്. നൈസ്. സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പം താങ്ക്സ് എ ലോട്ട്. നോ പ്രോബ്ലം. ചില വണ്ടികൾ നമ്മൾ ഒരെണ്ണം മേടിക്കുന്നതിനൊരു ഒന്നിൽ കൂടുതൽ മേടിക്കാറുണ്ട്. അങ്ങനെ സെയിം കാർ തന്നെ ഒന്നിൽ കൂടുതൽ മേടിച്ച ഒരു കളക്ഷനാണ് ഈ സ്കൈലാൻഡ് R34. അപ്പം കെവിൻ ആക്ച്വലി ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരെണ്ണം കാണിച്ചു, ഞാൻ അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് കെവിൻ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് 3 വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കാരണം എന്താ വെച്ചാൽ 1/43 നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല, കാരണം ഭയങ്കര റെയറാണ് കിട്ടാൻ. അപ്പം ഈ ഒരു 1/43 അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പം ഇത് ഇപ്പോഴാണ് കെവിൻ പറയുന്നത് നമുക്കിത് പൊട്ടിക്കാൻ പറ്റുമെന്ന്. എനിക്കറിയത്തില്ല എങ്ങനെ അതെന്ന് വെച്ചാൽ നമുക്ക് കാർഡിന് ഡാമേജ് ഒന്നും വരുത്താണ്ട് ഈ ടൈപ്പ് ഡിസൈനിലുള്ള ഹോട്ട് വീൽസ് നമുക്ക് തുറക്കാൻ പറ്റും. ഓക്കെ. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് തുറന്നതാണ്. ഓക്കെ. ഓ നൈസ്. അപ്പോൾ ഈ കാർഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഓ ഇത് അടിപൊളിയാണല്ലോ. ഈ ഭാഗത്ത് ഫീലിംഗ് ചെയ്യാം. കാർഡിന് ഡാമേജും വന്നിട്ടില്ല. ശരിക്കും ഇങ്ങനത്തെ കേസസ് എല്ലാ വണ്ടിക്കും പറ്റുമായിരുന്നെങ്കിൽ മോശം ഉറപ്പായിട്ട്. പക്ഷെ നല്ല ഇതാകുമ്പോൾ നമുക്കത് എടുത്ത് ഇത് ഭയങ്കര അടിപൊളി കേട്ടോ. കിടിലൻ ഡീറ്റെയിലിംഗ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കാർഡോടെ വെക്കാൻ ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ട് വെക്കാൻ ഇഷ്ടം. നല്ല എനിക്കൊന്ന് ശരി ഒരു ഓട്ടോട്ടിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ആണേലോ നല്ല രസമുണ്ട്. എൻ്റെ ഒരു പച്ച RC ഉണ്ട്, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കളറാണല്ലേ. സോളിഡ് ഇതുപോലെ കണ്ടുണ്ടാക്കാറ്. നല്ല രസമുണ്ട്. ഇനി ഇതിൻ്റെ ബ്ലൂ വരുന്നുണ്ട്. ആണോ? അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ടൈം മേടിക്കാം. കിട്ടാൻ പാടായിരുന്നു. ഓ, എന്തുകൊണ്ട് ഇത് 3 എണ്ണം എടുക്കാൻ കാരണം? R34 പറയുന്നുണ്ട്. ആണോ? ഷോപ്പിൽ കിട്ടാൻ പാടായിരുന്നു. റീസെയിൽ വാല്യൂ ഉണ്ട്. പിന്നെ എനിക്ക് R34 ഇഷ്ടമായിരുന്നു. ഒരെണ്ണം ഞാൻ ലൂസായിട്ട് വെച്ചിട്ട് പറ്റിയത് കാർഡായിട്ട് വെക്കാനും ഞാൻ ആലോചിച്ചു. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണോ? ഇതിന് ടേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഈ ടേപ്പ് ഊരിയാൽ മതി. ഇവിടെ സൈഡിൽ ഈ 2 സൈഡിലായിട്ട് ഒരു ടേപ്പ് ഉണ്ട്. 4 സൈഡ് 1 2 3 4 അങ്ങനെ 4 സൈഡിലായിട്ട് ടേപ്പ് ഊരിയാൽ മതി. ഇപ്പോൾ തിരിച്ച് അതേപടി നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് ആ സൈഡിൽ അങ്ങനെ വെച്ചിട്ട് ഓക്കെ. ഞാൻ അത് മോഷ്ടിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം വെച്ചാൽ അവിടെയൊക്കെ ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഒരു മറ്റേ ടൈപ്പ് സെക്യൂരിറ്റി ഡിവൈസോടെ വെക്കുന്നത് അങ്ങനെ ചെയ്യാറുണ്ട്. തുറന്ന് കാറ് അടിച്ചോണ്ട് ഓക്കെ. ഒരു സാധനം കൂടെ ഉണ്ട്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ. ഫൈനൽ സാധനം.
അറിയോ? ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ലിബർട്ടി വോക്ക് ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. ഇത് മറ്റേ വെടിക്കെട്ട് പോലെയാണല്ലോ. ഫൈനൽ എൻ്റെ ഏറ്റവും അവസാനം വയ്ക്കുന്ന വേറെ ലെവൽ സാധനം. ഇത്രയും സംഭവം എനിക്കൊന്നും ഒരു മനുഷ്യന് ഇത്രയും കൊണ്ട തരത്തില്ല. അപ്പം കെവിന് ഒറ്റൊരു കാരണമാണ് എനിക്ക് ഇത്ര ഒരു കളക്ഷൻ തന്നെ കിട്ടിയത്. അപ്പോൾ താങ്ക്സ് ലോട്ട്. ആക്ച്വലി ഇറ്റ്സ് മൈ പ്ലഷർ ബ്രോ. ഈ പുള്ളിയൊക്കെ നമ്മൾ പണ്ട് കണ്ട് ഇൻസ്പയർ ആയിട്ടാട്ടോ ഇതുവരെ എത്തിയത്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പുള്ളിയുടെ കളക്ഷനും വീഡിയോസൊക്കെ കാണുമായിരുന്നു. അന്ന് നമുക്കതിനുള്ള റിസോഴ്സസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ യൂസ് ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് ഒരു താങ്ക്സ് ഉണ്ട് അതിൻ്റെ. റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ചോദിക്കണം മീൻസ് പുറത്തുള്ളവർ പോയിട്ട് വരുമ്പോഴത്തേക്കും ചോദിക്കരുതെന്ന് പറഞ്ഞൊരു സംഭവം. ബ്രോ ഇനി എന്നാ അടുത്തത് വരുന്നത്? ബ്രോയുടെ കാത്തിരിപ്പിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇത് തീർന്നിട്ടില്ലേ, നമുക്കിനിയും നമുക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹം US പോയിട്ട് ഹണ്ട് ചെയ്യണം ഹോട്ട് വീൽസ്. നമ്മളിവിടെ നാട്ടിൽ ഹണ്ട് ചെയ്യുന്ന അവിടെ ചെന്നിട്ട് ഒരു കിട്ടലുണ്ട്. തീർച്ചയായിട്ടും വരുന്നുണ്ടപ്പോൾ നമുക്ക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ വീഡിയോ നമ്മൾ US പോയി ചെയ്യും. ഹോട്ട് വീൽസിൻ്റെ ട്രഷർ ഹണ്ട് അവിടെ ആയിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം ഞാനും കെവിനും അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി അടുത്ത് വരുന്നതാണ്.